നിങ്ങൾ എങ്ങനെയാണ് സൈലത്തിനെ ചൂസ് ചെയ്യാനുള്ള ഒരു റീസൺ? സൈലം എക്സ്പീരിയൻസ് ചെയ്തിട്ട് വന്നതാണ്. എന്താ പറയാ, കൊമേഴ്സ് ഇൻസ്റ്റിറ്റ്യൂട്ടിനെ സംബന്ധിച്ചിടത്തോളം സൈലത്തിൽ ഫീ ഒക്കെ നല്ല അഫോർഡബിൾ ആയിരുന്നു. ഞാൻ അന്നത്തെ ക്ലാസ് കഴിഞ്ഞ് ഇറങ്ങുമ്പോൾ തീരുമാനിച്ചാണ് ഇനി ഞാൻ പഠിക്കാനുണ്ടെങ്കിൽ അത് സൈലത്തിലെ ഞങ്ങള് ഒരേ ബെഞ്ചിലിരുന്ന് പഠിച്ച ആൾക്കാരാണ്, ഇപ്പം ഒരേപോലെ സക്സസ് ഷെയർ ചെയ്യുന്ന ആൾക്കാരാണ്. ഞങ്ങൾ ഒരുമിച്ച് ചെയ്ത് തന്നെയാണ് ഞങ്ങൾ പറയുന്നത്. ചെറിയൊരു നാപ്പ് ഉണ്ടാവും. ആ നാപ്പാണ് എന്റെ വിജയത്തിന്റെ രഹസ്യം. ആ ഉറക്കം കിട്ടിയ ഫസ്റ്റ് ഓഫ് ഓൾ എല്ലാവർക്കും ഒരു ബിഗ് കൺഗ്രാറ്റ്സ്. ഈ ഒരു 1 ഇയർ തന്നെ ഇത്രയും വലിയൊരു അച്ചീവ്മെന്റ് നേടുക എന്നുള്ളത് ഒരു ചെറിയ കാര്യമൊന്നുമല്ലല്ലോ. അപ്പോ എന്താണ് നിങ്ങൾക്ക് പറയാനുള്ളത്? ആദ്യം തന്നെ ഹുസൈൻ തുടങ്ങിക്കോ. വളരെ സന്തോഷമുണ്ട്. ഒരുപാട് ദിവസത്തെ ഉറക്കൊഴിച്ച് കഷ്ടപ്പെട്ടതിൻ്റെ ഒരു റിസൾട്ടാണ് ഇന്ന് ഇപ്പോൾ ഇവിടെ ഇരിക്കാൻ പറ്റുന്നത്. ഇതൊരു മാനിഫെസ്റ്റിംഗ് മൊമെന്റ് തന്നെ ആയിരുന്നു. അപ്പം പാരൻസിൻ്റെയും കൂട്ടുകാരുടെയും എല്ലാവരുടെയും ഒരു ആഗ്രഹം തന്നെ ആയിരുന്നു ഇത്. CMA പോലത്തെ ഒരു നല്ലൊരു പ്രൊഫഷണൽ കോഴ്സ് നമ്മൾ ക്വാളിഫൈ ആവുക, ഫസ്റ്റ് അറ്റംപ്റ്റ് തന്നെ ക്വാളിഫൈ ആയത് വളരെ ഒരു ഭാഗ്യമായിട്ട് ഞാൻ കാണുന്നുണ്ട്. എന്താണ് പറയാനുള്ളത്? CMA പാസ്സായ മൊമെന്റ് ഭയങ്കര രസമായിരുന്നു. കാരണം ഇത്രയും എഫേർട്ട് ഇട്ടിട്ട്, ഒരു വർഷം ഞങ്ങൾ എഫേർട്ട് ഇട്ടതിന് കണക്കില്ല. അത്രയും കഷ്ടപ്പെട്ടിട്ടാണ് 2 എക്സാമും അത്രയും സ്ട്രെസ്സിലാണ് എഴുതിയെടുത്തത്. അത്രയും സ്ട്രെസ്സിൽ ആ സ്ട്രെസ്സൊക്കെ എടുക്കുമ്പോൾ നമ്മളെ മനസ്സിലിങ്ങനെ ആലോചന കഴിഞ്ഞിട്ട് CMA എടുത്ത ഒരു മൊമെൻ്റ് ആയിരുന്നു നമ്മളെ മനസ്സിൽ. അപ്പോൾ CMA എടുത്താണ് കിട്ടി കഴിഞ്ഞപ്പോൾ ആ മൊമെൻ്റ് ഇങ്ങനെ ഓർത്ത്, കാരണം നമ്മൾ പഠിക്കുന്ന ടൈമിൽ ഇങ്ങനെ ഓർത്തിനല്ലോ, ജസ്റ്റ് ആ മൊമെൻ്റ് ഇങ്ങനെ ഓർത്ത്. പിന്നെ നമുക്ക് വലിയ പ്രധാനം നമ്മളെ പേരൻസിന് സന്തോഷമായിരുന്നു. അതായത് പേരൻസ് ഇത്രയും പൈസ നമുക്ക് വേണ്ടിയിട്ട് ചിലവഴിക്കണം. കാരണം ഞങ്ങൾ രണ്ടുപേരും, ഞാനും മുസ്തഫയും പ്രൊഫഷണൽസ് ആയിരുന്നു. പ്രൊഫഷണൽസ് എന്ന് പറയുമ്പോൾ സ്റ്റുഡൻസിൻ്റെ ഇരട്ടിയാണ് പൈസ ഉള്ളത്. അപ്പം പ്രൊഫഷണൽസ് ആയതുകൊണ്ട് തന്നെ നമ്മളെ വാപ്പാരെ പൈസ പോകുന്നുള്ള ഒറ്റ മൈൻഡ് ആയിരുന്നു ഞങ്ങളുടെ മനസ്സിൽ. അതുകൊണ്ട് തന്നെ ഈ CMA എക്സാമാണ് പാസ്സായപ്പോൾ ഫസ്റ്റ് മൈൻഡിലേക്ക് വന്നതെന്ന് വെച്ചാൽ ഇനി പൈസ മുടക്കണ്ടല്ലോ, അത്രേ ഉള്ളൂ മൈൻഡിൽ. അപ്പൊ അത്രയും കഷ്ടപ്പെട്ട് പഠിച്ചെടുത്താണല്ലോ. ഇനി മുസ്തഫയ്ക്ക് എന്താ പറയാനുള്ളത്? പാസ്സായപ്പോൾ കരിയർ ഓപ്ഷൻ എന്നുള്ള അപ്പുറം ഇതിനൊക്കെ പഠിക്കുമ്പോഴൊരു ലക്ഷ്യം എന്ന് പറഞ്ഞാൽ പാരൻസിനെ പ്രൗഡാക്കുക എന്നുള്ളതായിരുന്നു. അപ്പോൾ അത് ഭയങ്കര 100% അല്ലെങ്കിൽ ഞാൻ ഉദ്ദേശിച്ച അപ്പുറം പാരൻസ് ഭയങ്കര സ്റ്റിൽ പോലെ അതിൻ്റെ ഹാങ് ഓവർന്ന് വിട്ടിട്ടില്ല. ആൾമോസ്റ്റ് ഒരു 3 മാസമായി റിസൾട്ട് വന്നിട്ട്. അപ്പോൾ ഭയങ്കര ഹാപ്പി ആയിരുന്നു, എന്നെക്കാളും ഹാപ്പി ആയിരുന്നു അവർ. അപ്പോൾ അതാണ് ഇതിൽ ഏറ്റവും സാറ്റിസ്ഫാക്ഷൻ കിട്ടിയൊരു മൊമെൻറ്റ്. അതാണ് വിജയത്തിൻ്റെ ഏറ്റവും മെയിൻ. ഞാനും എൻ്റെ ഫാമിലിയൊക്കെ ഭയങ്കരമായിട്ട് അറ്റാച്ച്ഡാണ്. ഞങ്ങൾ 10-12 വർഷം ഒപ്പം പഠിച്ച ആളുകളാണ്. ഞങ്ങൾ ഭയങ്കര അറ്റാച്ച്ഡാണ്. നമുക്ക് സന്തോഷമുണ്ടായി, ഇവർക്കും ഭയങ്കര സന്തോഷമുണ്ട്, ഫാമിലിക്കും സന്തോഷമാണ്. അവരെപ്പോഴും ചോദിക്കും. എൻ്റെ ഫാമിലി അതേപോലെ തന്നെ ഇവൻ്റെ കാര്യങ്ങളും ചോദിക്കും. ഭയങ്കര അറ്റാച്ച്ഡാണ്. അപ്പോൾ ഈ CMA ഫസ്റ്റ് പാസ്സായത് ഇവനാ, ഫസ്റ്റത്തെ മാസത്തിൽ. രണ്ടാമത്തെ ഒരേ വിൻഡോയിലാണ് എഴുതിയത്, പക്ഷേ ഫസ്റ്റത്തെ മാസത്തിൽ റിസൾട്ട് വന്ന് വേണ്ടതാണ്. അപ്പോൾ ഇവൻ്റെ വന്നപ്പോൾ എൻ്റെ വാപ്പയും ഉമ്മയൊക്കെ എന്നോട് ഇങ്ങനെ പറഞ്ഞ്, ജസ്റ്റ് ഇത് ഇതാവണ്ട, സ്ട്രെസ്ഡ് ആവണ്ട, ഈ ഞാൻ ടൈം എടുക്കും, ഇനി തോറ്റാലും കുഴപ്പമില്ല, ഈ പൈസ ഞാൻ തരണ്ട്, അതൊന്നും വിഷയമല്ല, ഇതിനെപ്പറ്റി ചിന്തിക്കേ വേണ്ട. ഈവൻ CMA റിസൾട്ട് വരുന്ന ആ ദിവസം വരെ ഒരു സ്ട്രെസ്സും ആരുടെ ഭാഗത്തൊന്നും ഉണ്ടായില്ല. എന്തായി റിസൾട്ട്, എങ്ങനെ ഒന്നും ചോദിക്കുക, ആരുടെ ചോദിക്കില്ല. പ്രത്യേകിച്ച് എൻ്റെ പാപ്പ എന്ന് പറഞ്ഞാൽ അത്രയും ഭയങ്കര സപ്പോർട്ടാണ്. നമുക്ക് ഇത്രയും ഇതിൻ്റെ ഒരു ബാക്ക്ഗ്രൗണ്ട്, അതായത് കൊമേഴ്സ് ബാക്ക്ഗ്രൗണ്ട് ഇല്ല. പക്ഷെ ബാപ്പ അതറിഞ്ഞിട്ടും നമുക്ക് കഴിയുന്നുള്ള ഒരു കപ്പാസിറ്റി ഉണ്ട് എന്നുള്ള അറിവിലാണ് എത്രയും പൈസ മുടക്കാൻ വേണ്ടി തയ്യാറായത്. ഒരു വർഷം കൊണ്ട് തന്നെ ഇങ്ങനെ ഒരു ഇത് നേടാൻ പറ്റുമെന്ന് നിങ്ങൾ തിങ്ക് ചെയ്തിട്ടുണ്ടായിരുന്നു? പറ്റും. അതെ, കോൺഫിഡൻസ് എനിക്ക് നല്ലോണം ഉണ്ടായിരുന്നു. ഞാൻ എനിക്ക് നല്ലോണം കൊടുക്കുകയും ചെയ്തിരുന്നു. ഇവന് ഇത്തിരി ഒരു കോൺഫിഡൻസ് ഇത്തിരി കുറവാണ്. പക്ഷെ ഞങ്ങൾ എന്നും വണ്ടിയിൽ സഞ്ചരിച്ച് വരുന്ന ആൾക്കാരാണ്. ഞാനേക്കാരൻ ഡ്രൈവർ. ഇവൻ ബാക്കിൽ നിന്ന് ഇങ്ങനെ ഓരോന്ന് ചോദിക്കും, ഓരോ കാര്യങ്ങൾ സംസാരിച്ച് ഇങ്ങനെ വരും. ഇവൻ ഇങ്ങനെ ഓരോ കാര്യം ചോദിക്കും, ജയിക്കൂടാ, ഈ പരീക്ഷ എങ്ങനെ ഉണ്ടാവും, അങ്ങനെ ഫുള്ള് സംശയങ്ങളായിരിക്കും. അപ്പം നമുക്ക് ആകെ ഉള്ളത് കോൺഫിഡൻസ് ആണ്. പഠനമൊക്കെ നമുക്ക് ഇവൻ്റെ അത്ര ഇല്ല, ഇവൻ കുറച്ചുകൂടിയൊക്കെ ഹൈ ലെവലാണ്. ഇവനൊരു പടുവാണ്. വല്ലഭനും കൂടിയാണ്. CMA എഴുതുന്ന ടൈമിൽ ഇവന് PSC പ്രിലിംസ് പാസ്സാണ്. പിന്നെ മെയിൻസ് എഴുതാൻ വേണ്ടി നിൽക്കുകയാണ്. CMA ഉണ്ടായതുകൊണ്ട് CMAക്ക് അധിക പ്രാധാന്യം കൊടുത്തോണ്ട് എനിക്ക് മെയിൻസിൽ പാസ്സാകാൻ കഴിഞ്ഞില്ല. നിങ്ങൾ രണ്ടുപേരും പറഞ്ഞു നിങ്ങൾ ഭയങ്കര തിക് ഫ്രണ്ട്സ് ആയിരുന്നു എന്നൊക്കെ. അപ്പോ ഹുസൈൻ എങ്ങനെയായിരുന്നു ഈ ഒരു ടീമിലോട്ട് വന്നത്? ഞാൻ ക്ലാസ്സിലേക്ക് ഫസ്റ്റ് വന്നപ്പോൾ തന്നെ നമുക്ക് ഫ്രണ്ട് ബെഞ്ച് ഒരിക്കലും പറ്റൂല, അതെ ബാക്ക് ബെഞ്ച് പോയാൽ നമ്മൾ എന്തായാലും വഷളാവും എന്ന് പറയാം. അപ്പം നമുക്ക് സെൻറ്ററിൽ നോക്കിയപ്പോൾ അവിടെ പോയിരുന്നു. അങ്ങനെ രണ്ട് സൈഡിൽ തന്നെ ഇരുന്ന ആൾക്കാരാണ്. അതെ, ആ 2 സൈഡിലിരുന്ന ആൾക്കാർ ഇപ്പൊ ഈ ഒരു ഇവിടെ വന്നിട്ട് ഒപ്പം ഇരിക്കാൻ പറ്റിയല്ലേ? അതെ, ഞങ്ങള് ഒരേ ബെഞ്ചിലിരുന്ന് പഠിച്ച ആൾക്കാരാണ്, ഇപ്പം ഒരേപോലെ സക്സസ് ഷെയർ ചെയ്യുന്ന ആൾക്കാരാണ്. ഞങ്ങൾ ഒരുമിച്ച് ചെയ്ത് തന്നെയാണ് ഞങ്ങൾ പറയുന്നത്. കാരണം ഞങ്ങൾ കമ്പൈൻ സ്റ്റഡി ചെയ്തിട്ടുണ്ട്, ഞങ്ങൾക്ക് വാട്സപ്പ് ഗ്രൂപ്പ് ഉണ്ട്, ഞങ്ങൾ മാത്രമായിട്ടുള്ള. ഇപ്പം നമ്മൾ കുറെ സ്റ്റഡി കാര്യങ്ങൾ അതിൽ ഷെയർ ചെയ്യലുണ്ട്, ഇപ്പോഴും ഉണ്ട്. അപ്പൊ ഒരു ടീം നിങ്ങളെ പഠനത്തിൽ ഭയങ്കരമായിട്ട്
ഒരു ഒരു സ്ട്രെങ്ത് ഉണ്ടാക്കിയിട്ടുണ്ട്. അതെ അതെ ഞങ്ങൾ പഠനത്തിൻ്റെ സമയത്താണെങ്കിലും ഇനി എക്സ്ട്രാ കരിക്കുലർ ആയിട്ട് ട്രിപ്പ് കാര്യങ്ങളൊക്കെ പ്ലാൻ ചെയ്യാനാണെങ്കിലും ഇനിയിപ്പോൾ പഠനം കഴിഞ്ഞതിന് ശേഷം ഓപ്പർച്യൂണിറ്റീസ് ജോബ് കാര്യങ്ങളൊക്കെ ഷെയർ ചെയ്യാനൊക്കെ ആ ഗ്രൂപ്പ്. അപ്പോൾ നമുക്ക് എല്ലാ കാര്യത്തിനും ആ ഒരു ടീം സെറ്റാണ്. അന്ന് ആ സ്റ്റാർട്ടിങ്ങിൽ അവൻ പറഞ്ഞ പോലെ വന്നിരുന്നു. ഇപ്പോഴും ആ ടീം അങ്ങനെ തന്നെ ഉണ്ട്. പിന്നെ അതുപോലെ തന്നെ വേറൊരു കാര്യം എന്ന് പറയുന്നത്, നിങ്ങൾ എങ്ങനെയാണ് ഈ ഒരു കോഴ്സ് കണ്ടുപിടിച്ച് വരുന്നത്? കോഴ്സ് ഞാൻ ഡിഗ്രി ചെയ്ത ഗുരുവായൂരപ്പൻ കോളേജിലാണ്. അപ്പം ഞാൻ അവിടെ ക്രിക്കറ്റ് കളിച്ചുകൊണ്ടിരിക്കുന്ന ഒരാളായിരുന്നു. ക്രിക്കറ്റ് പ്ലെയർ ആയിട്ടാണ് അവിടെ കയറിയത്. അങ്ങനെ അവിടുന്ന് ഒരു സെക്കൻഡ് ഇയർ ആയപ്പോഴാണ് ഞാൻ CMA CA, ഞാൻ ആക്ച്വലി CA പോലും കേട്ടില്ല. ഞാൻ ഫസ്റ്റ് ആയിട്ട് കേൾക്കുന്ന സാധനം CMA. അപ്പം CMA തന്നെ 2 ടൈപ്പ് ഉണ്ടെന്ന് മനസ്സിലായി. ഇന്ത്യ ഉണ്ട്, US ഉണ്ട്. അപ്പോൾ അത് കമ്പയർ ചെയ്ത് നോക്കിയപ്പോൾ US ഒന്നും കൂടിയും നമുക്ക് ഫ്ലെക്സിബിളാണ്, ഡ്യൂറേഷനും കാര്യങ്ങളൊക്കെ. പിന്നെ US-ഉം ഇന്ത്യയും തമ്മിൽ വ്യത്യാസം വരുന്ന കുറച്ച് ഫീസിൻ്റെ കാര്യത്തിൽ, എക്സാം സ്ട്രക്ചർ, അങ്ങനത്തെ കാര്യത്തിൽ മാത്രമേ വ്യത്യാസമുള്ളൂ. അപ്പോൾ എന്തായാലും ഡിഗ്രി കഴിഞ്ഞിട്ട് പെട്ടെന്ന് തന്നെ ഒന്ന് സെറ്റ് ആവാൻ വേണ്ടിയിട്ട് ഞാൻ US തന്നെ സെലക്ട് ചെയ്തതാണ്. അങ്ങനെയാണ് CMA US എടുത്ത് സൈലത്തിൽ വന്നത്. ഓക്കെ, ഇതിന്റെ ഇടയിൽ തന്നെ ഒരു വലിയ സന്തോഷ വാർത്തയോടെ ഉണ്ട്. നീ ഹയർ സ്റ്റഡീസിന് പോവാണെന്നുള്ള ഒരു ന്യൂസ് കൂടി ഉണ്ടല്ലേ? അതെ ഞാൻ ഓക്കെ കമ്മിങ് വീക്ക് UK-ലേക്ക് പോവാണ് ഓക്കെ മാസ്റ്റേഴ്സ് ചെയ്യാൻ. ഓക്കെ ഓക്കെ. അപ്പൊ നിങ്ങൾ രണ്ടുപേരും എങ്ങനെയായിരുന്നു ഇത് സെലക്ട് ചെയ്യാനുള്ള ഒരു റീസൺ എന്തായിരുന്നു? ഞാൻ സെലക്ട് ചെയ്യാൻ റീസൺ എന്ന് പറഞ്ഞാല് എനിക്ക് എൻ്റെ വാപ്പാക്ക് ഒരു കട ഉണ്ട്. ഉം. അപ്പൊ കട എനിക്ക് എന്തായാലും നോക്കി നടത്തണം. ഓക്കെ അപ്പൊ എനിക്ക് എന്തായാലും ഈ ബിസിനസിനെ കുറിച്ച് എന്തായാലും അറിഞ്ഞിരിക്കണം. അപ്പൊ ബിസിനസിനെ കുറിച്ച് പഠിക്കാനുള്ള ഒരു കോഴ്സ് തിരഞ്ഞെടുക്കായിരുന്നു ഞാൻ. അപ്പൊ ഞാൻ ആദ്യമായിട്ട് MBA എടുക്കാനാണ് വിചാരിച്ചത്. പുറത്ത് പോയിട്ട് CUT ഒക്കെ എഴുതിയിരുന്നു. ഞാൻ CUT എഴുതിയിരുന്നു. അങ്ങനെ MBA എടുക്കാനുള്ള ഒരു തയ്യാറെടുപ്പിലായിരുന്നു. അപ്പോഴാണ് ഇവൻ പറഞ്ഞു ഇവനാണ് എന്നെ ഇതിലേക്ക് ക്ഷണിച്ചത്. ഇവൻ എന്നോട് പറഞ്ഞു ഇങ്ങനെ CMA ഉണ്ട്, CA ഉണ്ട്, ACC ഉണ്ട്, ഇത് CMA USA ഉണ്ട്, CMA ഇന്ത്യ ഉണ്ട്. അന്നാണ് ഞാൻ ആദ്യമായിട്ട് CMA USA കുറിച്ച് കേൾക്കണ തന്നെ. അപ്പോൾ ഇവൻ എന്നോട് പറഞ്ഞു നമുക്ക് അങ്ങനെ എടുത്താലോ, അങ്ങനെ ഉണ്ട്. അപ്പൊ ഞാനും പറഞ്ഞു ഞാൻ ഇങ്ങനത്തെ ഒരു വീഡിയോ കണ്ടിരുന്നു, അപ്പോൾ നമുക്ക് അങ്ങനെ എടുത്താലോ എന്ന് ഇവൻ ചോദിച്ചു. അങ്ങനെ ഞങ്ങളിങ്ങനെ പിന്നെ അതിന്റെ ശേഷം അതായിരുന്നു ഞങ്ങൾ ചർച്ച. അങ്ങനെ ചർച്ച അവസാനം ചെന്നെത്തി ACC നടക്കൂല, കാരണം 4 വർഷം ഞങ്ങൾ ഓൾറെഡി 12 വർഷം ഒരു സ്ഥാപനത്തിൽ പഠിച്ചു, അവിടുന്ന് ഇറങ്ങി. പിന്നെ പെട്ടെന്ന് രക്ഷിതാക്കളെ മനസ്സെന്ന് ചോദിച്ചാല് അവർക്ക് വേഗം ജോലി സെറ്റ് ആണെന്നാണ്. ഞങ്ങൾക്ക് എന്തായാലും പഠിക്കണം എന്നുണ്ടായിരുന്നു. അപ്പൊ ഞങ്ങൾക്ക് ഡ്യൂറേഷൻ കുറച്ചുള്ള ഒരു കോഴ്സ് വേണം. CMA ഇന്ത്യ ആയാലും അതിന് കുറച്ച് അത്യാവശ്യം ഡ്യൂറേഷൻ ഉണ്ട്. CMA US ആയാലും നമുക്ക് പെട്ടെന്ന് പാസ്സാവുന്നുള്ള ഒരു മൈൻഡിലാണ് ഇത് വന്നത്. അപ്പൊ ഇവനോട് പറഞ്ഞ് CMA US എടുക്കുക. കുറെ ചർച്ചകൾക്ക് ശേഷമാണ് ഇത് CMA US സെലക്ട് ചെയ്യുന്നത്. അപ്പൊ സൈലത്തിലോട്ട് എത്താനുള്ള ഒരു കാരണം എന്തായിരുന്നു? സൈലത്തിലോട്ട് എത്താനുള്ള കാരണം എന്ന് പറഞ്ഞാല് ഞാനല്ല ഇതിനെ കുറിച്ച് കാര്യമായിട്ട് അന്വേഷിച്ചു, ഇവനാണ് അന്വേഷിച്ചത്. അപ്പൊ ഇവനെ അന്വേഷിച്ചിട്ടാണ് എല്ലാതും എന്നോടാണ് പറയാം. അപ്പൊ അങ്ങനെ സൈലത്തേക്ക് അവസാനം എത്തിപ്പെട്ടത്. അപ്പൊ ഞാൻ അവന് പറഞ്ഞു ഞങ്ങള് പൊതുവെ രണ്ടാളും കൊമേഴ്സുമായി യാതൊരു ബന്ധമില്ലാത്ത ആളുകളാണ്. അപ്പോൾ +2 SLC ആണെങ്കിലും ഡിഗ്രി ആണെങ്കിലൊക്കെ ഹ്യൂമാനിറ്റീസ്, പൊളിറ്റിക്കൽ സയൻസ് ഒക്കെ ചെയ്തു വരുന്ന ആളുകളാണ്. ഡിഗ്രി ഡിസ്റ്റൻസ് ആയിട്ട് ഡിഗ്രി എടുത്ത് പൊളിറ്റിക്കൽ സയൻസ് ചെയ്തു വന്നിട്ട് പിന്നെ ഒരു വർഷം ഗ്യാപ്പ് ഉണ്ട്. 2023 കഴിഞ്ഞിട്ട് പിന്നെ 2024 അപ്പോൾ ആ ഒരു സമയമായപ്പോഴേക്കും ഏറെക്കുറെ കുറേ കരിയറിൽ കുറേ സമയം പോയല്ലോ. അപ്പോൾ എനിക്ക് എന്താ പറയാ ഈ ഹ്യൂമാനിറ്റീസ് ഫീൽഡിൽ നിന്ന് ഒന്ന് മാറണം തോന്നി. ഇത് ഒരു വലിയൊരു കാര്യമായിരിക്കും, കാരണം അങ്ങനെ ഒരു ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് ഇങ്ങോട്ടേക്ക് എത്തിപ്പെടുക എന്ന് പറയുന്നത് പലരും തിങ്ക് ചെയ്യും എന്നെ കൊണ്ട് നടക്കുമോ, അല്ലെങ്കിൽ ഹ്യൂമാനിറ്റീസ് ഫീൽഡ് ആവുമ്പോൾ ഈ ഒരു കാര്യം പഠിക്കാൻ പറ്റുമോ എന്നുള്ളൊരു തോട്ട് പ്രോസസ് ഉണ്ടല്ലോ, അത് ഉണ്ടായിട്ടുണ്ടായിരുന്നോ? പഠിക്കാൻ പറ്റുമോ എന്ന് തോന്നിയിട്ടില്ല, കാരണം ഞാൻ ആൾറെഡി ഒരുങ്ങി ഇറങ്ങിയതാണ്. പക്ഷെ ഒരുപാട് ഫ്രണ്ട്സും ക്ലോസ് ആയിട്ടുള്ള ഫ്രണ്ട്സും കുറച്ച് റിലേറ്റീവ്സ് ഒക്കെ ചോദിച്ചിരുന്നു കഴിയോ, ആരെങ്കിലും എന്താണ് പറഞ്ഞ് പൊലിപ്പിച്ചിട്ട് അതിന്റെ ഇതിലെടുത്താണോ എന്നൊക്കെ ചോദിച്ചിരുന്നു. പക്ഷെ ഞാൻ എനിക്ക് പഠിക്കാൻ കഴിയും, ഞാൻ ഇരുന്നാൽ എനിക്ക് പഠിക്കാൻ കഴിയുന്നൊരു തോന്നലുള്ളതുകൊണ്ട് ഞാൻ എടുത്തു. അപ്പോൾ എന്താണ് CMA ഇന്ത്യ, ACC, CA ഒക്കെ ഞാൻ അന്വേഷിച്ചിരുന്നു. പക്ഷെ CMA US പ്രത്യേകത കണ്ടത് ഒരു വർഷം കൊണ്ട് കുറച്ച് ഹെവി ആണെങ്കിൽ കൂടി ഒരു വർഷം കൊണ്ട് കൺസിസ്റ്റന്റ് ആയിട്ട് ഇരുന്നാൽ ഒരു ഇന്റർനാഷണൽ ലെവലിൽ പ്രൊഫഷണൽ കോഴ്സ് ക്വാളിഫൈഡ് ആവാം. അപ്പോൾ അങ്ങനെ ആയാലും പിന്നെ ഒരു എത്രയും പെട്ടെന്ന് ഒരു വർക്കിംഗ് പ്രൊഫഷണൽ ആവാൻ എന്നുള്ളതായിരുന്നു ഒരു ലക്ഷ്യം. അപ്പോൾ അങ്ങനെ ഒരു വർക്കിംഗ് പ്രൊഫഷണൽ എന്ന രീതിയിലേക്ക് മാറിയാൽ പിന്നെ എന്തും ചെയ്യാം. പിന്നെ ഏത് ബാക്കിയുള്ള കോഴ്സുകളൊക്കെ ഏതാണ് താല്പര്യമുള്ള കോഴ്സുകളൊക്കെ നമുക്ക് നമ്മുടെ രീതിക്ക് അനുസരിച്ച് മെല്ലെ ഗ്രാജുവലി ചെയ്ത് കംപ്ലീറ്റ് ആക്കാമെന്നുള്ളൊരു പ്ലാനിലാണ് CMA US എടുത്തത്. അപ്പോൾ ഈ ഒരു വർഷം വളരെ അതിനു വേണ്ടി തന്നെ വെച്ചതായിരുന്നു. അപ്പൊ ഈ ഒരു വർഷം നമ്മൾ സ്ട്രഗിൾ ചെയ്തിട്ടുണ്ടെങ്കിൽ വലിയൊരു സക്സസ് കിട്ടുന്നുള്ളതിന് ഏറ്റവും ബെസ്റ്റ് ഉദാഹരണങ്ങളാണല്ലേ നിങ്ങൾ 3 പേരും. ഞാൻ വേറെ കാര്യം പറയാം, ഞാനിപ്പോൾ ഒരു കംപ്ലീറ്റ്ലി കൊമേഴ്സ് ജേണി വന്ന ഒരാളാണ്. ഞാൻ +2 കൊമേഴ്സ് ആയിരുന്നു, BCom ചെയ്ത ആളാണ്. അപ്പം ഇവരെ പറയുകയാണെങ്കിൽ
അതത്ര ഈസി ഒന്നല്ല. ഞാൻ അത്രയും കൊമേഴ്സ് ബാക്ക്ഗ്രൗണ്ട് വന്നിട്ട് പോലും എനിക്ക് കുറേ ഡിഫിക്കൽട്ടീസ് തോന്നിയിട്ടുണ്ട് CMA പഠിക്കുമ്പോൾ, കൊമേഴ്സിൻ്റെ സിലബസും കാര്യങ്ങളൊക്കെ. അപ്പോൾ ഞാൻ പല ടൈമിലും ആലോചിച്ചത്, ഞാൻ പല ടൈം മോട്ടിവേറ്റ് ആയിട്ട് ഇവരൊക്കെ ആലോചിച്ചിട്ട്. കാരണം ഇവരെങ്ങനെ പഠിക്കുന്നു എന്നുള്ള സത്യം പറയാ, ചില ടൈമിൽ ഞാൻ ആലോചിക്കും ഓർക്ക് പറ്റുന്നുണ്ട് എനിക്ക് എന്ത് പറ്റിക്കൂടാന്നുള്ളത്. കാരണം ഒരു കൊമേഴ്സ് ബാക്ക്ഗ്രൗണ്ട് ഇല്ലാത്ത ആൾക്കാരാണ്. ഞാൻ കംപ്ലീറ്റ്ലി കൊമേഴ്സ് വന്ന ആള്. ഞാൻ ഇടയ്ക്കിടയ്ക്ക് അങ്ങനെ ചില കാര്യങ്ങളൊക്കെ എനിക്ക് ക്ലിയർ ആവാത്ത സമയത്ത് ഞാനത് ആലോചിക്കല്. എനിക്കതൊരു ടേണിംഗ് ആയിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. വന്ന് ഫസ്റ്റ് വീക്കിൽ ജോയിൻ ചെയ്ത ഫസ്റ്റ് വീക്കിൽ ഏറെക്കുറെ ഒരാഴ്ച ക്ലാസ് അറ്റൻഡ് ചെയ്തിട്ട് ഞങ്ങൾ രണ്ടുപേരും ഞങ്ങളുടെ ഫാക്കൽറ്റി ഉണ്ടായിരുന്നു, അവരെ ചെന്ന് കണ്ടു. എന്നിട്ട് പറഞ്ഞു, സാറേ ഇത് മുന്നോട്ട് പോകല, ഇത് നടക്കൂല. അപ്പോൾ സാറ് പറഞ്ഞു അത് കുഴപ്പമില്ല, ഞങ്ങൾ അത് മുമ്പ് ഇതേപോലെ സ്റ്റുഡൻസ് ഒക്കെ ഉണ്ടാവും. പക്ഷെ ഞങ്ങൾ പറഞ്ഞു ഞങ്ങൾ ബാക്ക്ഗ്രൗണ്ടൊക്കെ ഇത് വ്യത്യസ്തമാണ്, അപ്പോൾ നമുക്ക് കുറച്ച് ഡിഫിക്കൽട്ടിയാണ്. അപ്പോൾ സാറ് പറഞ്ഞു ഓക്കെ നമുക്ക് ആലോചിക്കാം, പക്ഷേ ഏതായാലും വന്ന സ്ഥിതിക്ക് ഒരു 2 ആഴ്ചയും കൂടി ഇരുന്ന് നോക്കി എന്ന് പറഞ്ഞു. അപ്പോൾ 2 ആഴ്ചയും കൂടി ഇരുന്നു. പിന്നെ സാറിനെ ഫേസ് ചെയ്യാനുള്ള മടിയുണ്ട് ഫസ്റ്റ് പാർട്ട് കഴിയട്ടെ. ഫസ്റ്റ് പാർട്ട് കഴിഞ്ഞു. മൂസിൻ സാറ്. പിന്നെ വേറൊരു സംഭവം എന്താ വെച്ച് കഴിഞ്ഞാൽ, ഞങ്ങൾക്കൊരു ഫാക്കൽറ്റി ഉണ്ടായിരുന്നു, ഫർഹാംസ്. ആള് +2 സയൻസ് ആണ്, BA ഇംഗ്ലീഷ് ആണ് ഡിഗ്രി ചെയ്ത്. അതും ഞങ്ങൾക്കൊരു മോട്ടിവേഷൻ ആയിരുന്നു. കാരണം ഒരു കൊമേഴ്സ് വന്ന ഒരാളെ ഞാൻ പറയുകയാണെങ്കിൽ അത് നമുക്ക് പറ്റും. ഇപ്പം മാം വന്നത് പക്ക ഒരു സയൻസ് അല്ലെങ്കിൽ വേറെ ലിറ്ററേച്ചർ ഫീൽഡിൽ നിന്ന് വന്ന ആളാണ്. അപ്പോൾ മാം ഒരു ഫാക്കൽറ്റി എന്ന നിലയിൽ ഞങ്ങൾ ഫസ്റ്റ് തന്നെ കാണുന്നത്. അപ്പോൾ ഞങ്ങൾക്ക് അതൊരു അതിശയം. കാരണം നമ്മൾ കയറുമ്പോൾ തന്നെ നമുക്ക് തോന്നുക CMA നമുക്ക് പറ്റൂ, പ്രൊഫഷണൽ കോഴ്സ് അല്ലേ, ഇന്റർനാഷണൽ കോഴ്സ് അല്ലേ എന്നൊക്കെയാണ്. അപ്പോൾ ഫസ്റ്റ് തന്നെ നമ്മളെ ഫാക്കൽറ്റി പൂളിൽ ഞങ്ങൾക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്ത് മാം അത്രയും ഞങ്ങൾക്കൊരു മോട്ടിവേഷൻ ആയിരുന്നു. പിന്നെ മാമിനെ കുറിച്ച് പറഞ്ഞപ്പോൾ മുസ്തഫ എന്നോട് ഇങ്ങനെ പറഞ്ഞിരുന്നു, മാം ഇംഗ്ലീഷ് ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് മാം എടുത്തെന്നുള്ളത് അവർ ഭയങ്കര അടിപൊളിയായിട്ട് അവർ അവതരിപ്പിക്കുന്നുണ്ട്. അപ്പം നമ്മൾ പൊളിറ്റിക്സ് എന്നിട്ട് അതിന്റെ മുമ്പിൽ ഒരു ബാക്ക്ഗ്രൗണ്ടും ഇല്ലാത്ത ആൾക്കാർ ഇതിൽ എത്തിയിട്ട് നമ്മളെടുത്ത എന്തെങ്കിലും അവസ്ഥ ഇതന്നെ കാര്യമായിട്ട് തന്നെ നല്ല അങ്ങോട്ടും ഇങ്ങോട്ടും നല്ല മോട്ടിവേഷൻ. ഇതിൽ ഭയങ്കര ഒരു ഫാക്ടറാണ്. ഉദാഹരണത്തിന് ഞങ്ങൾ ടീം എന്ന് പറഞ്ഞാൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഞങ്ങൾ പഠിച്ചിട്ടുണ്ട് ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ അതിൽ അറിയിക്കും. അപ്പൊ മറ്റാൾക്ക് തോന്നും എന്ത് ഇവൻ പഠിക്കുന്നുണ്ടല്ലോ ഞാനും പഠിക്കണമല്ലോ അങ്ങനെ തോന്നും. പിന്നെ സൈലത്തില് ഫസ്റ്റത്തെ മാസമൊക്കെ നടന്ന എക്സാമിലുണ്ട്, അരുൺ സാർ നടത്തിയ എക്സാമിൽ 20 പോയിന്റ്സ് ഉണ്ടായിരുന്നു. എനിക്കാകെ 2 പോയിന്റ്സ് കിട്ടിയിട്ടുള്ളായിരുന്നു. അപ്പോഴൊക്കെ എന്റെ മനസ്സിൽ ഇതെന്താ സംശയമില്ലായിരുന്നു. പക്ഷെ ഭയങ്കര ചർച്ചയായി. കാരണം ബാക്കിയുള്ള ആൾക്കാർക്കൊക്കെ നല്ല മാർക്കുണ്ട്, അവര് 8, 10, 12, 20 വരെ മാർക്കുള്ള ആളുകളൊക്കെ ഉണ്ടായിരുന്നു. അവരൊക്കെ കണ്ടപ്പോ എനിക്ക് എന്തോ മാതിരിയായി. സ്വയം മോട്ടിവേറ്റഡ് ആയിട്ടുണ്ട്. കോൺഫിഡൻസ്. നിങ്ങൾ എങ്ങനെയാണ് സൈലത്തിനെ ചൂസ് ചെയ്യാനുള്ള ഒരു റീസൺ? സൈലം ഞാൻ ഗ്രാജുവേഷൻ ചെയ്യുന്ന സമയത്ത് എനിക്ക് ഒരുപാട് ക്ലാസ് മിസ്സായിട്ടുണ്ട്. ഞാൻ ആക്ച്വലി സ്പോർട്സിലുള്ള ആളായതുകൊണ്ട് എനിക്ക് കുറെ ക്ലാസ് മിസ്സായി. ക്ലാസ്സിൽ ആക്ച്വലി കയറില്ല. പിന്നെ ക്ലാസ് ടീച്ചർ ഇത് കാണുകയാണെങ്കിൽ ഞങ്ങള് ക്ലാസ് ടീച്ചർ ഞങ്ങൾ അങ്ങനെ കുറെ പ്രശ്നങ്ങൾ വന്നിട്ടുണ്ട് ക്ലാസ് കയറാത്തതുകൊണ്ട്. അപ്പോൾ എനിക്ക് കുറെ ക്ലാസ് മിസ്സായിട്ടുണ്ട്. അങ്ങനെ സൈലത്തിൽ ഒരു ക്രാഷ് കോഴ്സിന്റെ ഒരു ആഡ് ചെയ്യാൻ കണ്ടിരുന്നു 5th സെമ്മിൽ. അങ്ങനെ ഞാൻ സൈലത്തിൽ എത്തുന്നത്. ഞാൻ അന്നത്തെ ക്ലാസ് കഴിഞ്ഞ് ഇറങ്ങുമ്പോൾ തന്നെ തീരുമാനിച്ചാണ് ഇനി ഞാൻ എന്തെങ്കിലും പഠിക്കാനുണ്ടെങ്കിൽ ഞാൻ സൈലത്ത് തന്നെ എടുക്കുള്ളൂ എന്ന്. ഞാൻ വേറെ ഒന്നും ചിന്തിച്ചിട്ടേ ഇല്ല. ഇപ്പോൾ CMA എടുക്കണമെങ്കിൽ ആദ്യം പ്ലാൻ ഉണ്ടായിരുന്നു. ബട്ട് ഞാൻ എവിടെ എടുക്കണം എന്നുള്ളത് ആ ക്ലാസ്സിന് ശേഷം ഞാൻ സൈലം ഉറപ്പിച്ച സാധനം തന്നെ. അങ്ങനെയാണ് ഞാൻ സൈലത്തിൽ എത്തുന്നത്. ഇനി മുസ്തഫ എങ്ങനെയാ സൈലത്തിലോട്ട് എത്തിയത്? സൈലത്തിന്റെ ഈ പുറമൂടി കണ്ട് വന്നതല്ല, സൈലം എക്സ്പീരിയൻസ് ചെയ്തിട്ട് വന്നതാണ്. അപ്പോൾ ഞാൻ സൈലത്തിൽ 2023 ഒക്ടോബറിലൊക്കെ ആയിട്ട് സൈലത്തിൽ ഒരു LSGS ലോക്കൽ സെൽഫ് ഗവേണിംഗ് ഡിപ്പാർട്ട്മെന്റിന്റെ PSC ക്ലാസ്സിന്, ഡിഗ്രി ലെവൽ PSC ക്ലാസ്സിന് ജോയിൻ ചെയ്തിരുന്നു ഓൺലൈനായിട്ട്. അപ്പോൾ അതിലെ ഫാക്കൽറ്റീസ് ഭയങ്കര, ഞാനന്ന് ഫാക്കൽറ്റീസിന്റെ ക്ലാസ്സിന്റെ ഒരു നാക്കുണ്ട്. ഡെയിലി ഒരു 10 മണിക്കൂറൊക്കെ ഫോണിൽ അങ്ങനെ PSC ക്ലാസ് കൊണ്ടിരിക്കും. അപ്പോൾ ആ ഒരു വൈബിൽ ഞാൻ അവരോട് പറഞ്ഞു സൈലത്തിൽ CMA ആ വർഷം കഴിഞ്ഞ വർഷം സ്റ്റാർട്ട് ചെയ്ത് ഞങ്ങൾ ഫസ്റ്റ് വെച്ച്. അപ്പോൾ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്, സൈലത്തിൽ ചേരാം, എന്താണ് എനിക്ക് ഞാൻ ഗ്യാരണ്ടി എന്ന് പറഞ്ഞിട്ട് അവന് കയറ്റിയതാണ്. അപ്പോൾ അങ്ങനെയാണ് സൈലത്തിൽ വരാനുള്ള കാരണം. പിന്നെ പൊതുവെ വേറെ ഇവിടെ മെയിൻ സ്ട്രീം ഭയങ്കര എന്താ പറയുക, കൊമേഴ്സ് ഇൻസ്റ്റിറ്റ്യൂട്ടിനൊക്കെ സംബന്ധിച്ച് നോക്കുമ്പോൾ സൈലത്തിൽ ഫീ ഒക്കെ നല്ല അഫോർഡബിൾ ആയിരുന്നു. അപ്പോൾ നല്ലൊരു മേജർ ഇൻസ്റ്റിറ്റ്യൂഷനുമാണ്, അഫോർഡബിൾ ഫീ ആണ്. പിന്നെ എന്തുകൊണ്ട് ആ സമയത്ത് ഇത് തിരഞ്ഞെടുക്കുന്ന സമയത്ത് നമുക്ക് 2 ഓപ്ഷൻ ഉണ്ടായിരുന്നു. വേറൊരു ടീമും നമ്മളോട് ഇതേമാതിരി കോൺടാക്ട് ചെയ്തിരുന്നു, ചേരാൻ താല്പര്യം ഉണ്ടെങ്കിൽ ചേരാം. ഫീ സൈലത്തിനെക്കാട്ടി ഇത്തിരി കൂടി കുറവായിരുന്നു. പക്ഷെ ഞാൻ എന്നോട് പറഞ്ഞു സൈലം നല്ലൊരു റെപ്യൂട്ടഡ്, കൊമേഴ്സ് ഇല്ലെങ്കിലും കൊമേഴ്സ് തുടക്കമായിരിക്കും, നല്ല ഫെസിലിറ്റീസ് ഉണ്ടാവും, കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അപ്പോൾ നമുക്ക് സൈലത്തിൽ തന്നെ ചേരാം, സൈലത്തിൽ തന്നെ നമുക്ക് നമ്മളെ CMA USA കോഴ്സ് ചെയ്യാമെന്ന് ഞാൻ പറഞ്ഞു. എന്തായാലും നിങ്ങൾ എടുത്ത ആ ഒരു ഡിസിഷൻ തെറ്റായി പോയിട്ടില്ല അല്ലേ? ഇല്ല, ഞാൻ സൈലം സെലക്ട് ചെയ്യുന്നതിന് മുമ്പ് നമ്മളിങ്ങനെ അന്വേഷിക്കുമല്ലോ. ആ സമയത്ത് ഏകദേശം ഒരു 10ഓളം ഇൻസ്റ്റിറ്റ്യൂട്ടുകൾ ഞാൻ അന്വേഷിച്ചിട്ടുണ്ട്. ഇവിടെ തന്നെ പല ഇൻസ്റ്റിറ്റ്യൂട്ടുകളിൽ ഞാൻ പോയി സ്കോളർഷിപ്പ് എക്സാംസ് ഒക്കെ അറ്റൻഡ് ചെയ്തിട്ടുണ്ട്. 2ൽ കൂടുതൽ ഇൻസ്റ്റിറ്റ്യൂഷനിൽ ഞാൻ ഫിസിക്കലി ചെന്നിട്ട്
എക്സാംസ് ഒക്കെ അറ്റൻഡ് ചെയ്തിട്ടുണ്ട്. ഉം. അവർ എത്ര പെർസെൻറ്റേജ് ഓഫ് ഓഫേഴ്സൊക്കെ ഉം. തരാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷേ സൈലത്തിൽ ഇങ്ങനെ ഒരു ഓപ്ഷൻ ഉണ്ടെന്ന് ഞാൻ വൈകിയാണ് അറിഞ്ഞത്. ഉം. പിന്നെ ഞാൻ വേറെ എവിടെയും അന്വേഷിച്ചില്ല. വേറെ എവിടെ അന്വേഷിക്കേണ്ട ആവശ്യം വന്നില്ല ഇല്ല, at last. സൈലം. Okay. ഞാനും അതേമാതിരി എനിക്ക് അങ്ങനെ അന്വേഷിക്കേണ്ട കാര്യം വന്നില്ല. ഉം. കാരണം ഞാൻ ആ ക്രാഷ് കോഴ്സിന് വന്ന ടൈമിൽ ഞാൻ ഏറ്റവും കൂടുതൽ ഇമ്പ്രസ്ഡ് ആയത് അന്ന് ക്ലാസ് എടുത്ത സാറ് മുമിൻ സാറേന്. ഉം. ഞങ്ങൾ കോളേജിൽ ഒരു 6 മാസം എടുക്കുന്ന ഒരു സിലബസ് സാർ അത് 2 ദിവസം കൊണ്ട് എടുത്തത് ഇൻകം ടാക്സിന്റെ. ആഹാ. അപ്പം ഞാൻ അതിൽ തന്നെ ശരിക്കും ഇമ്പ്രസ്ഡ് ആയി. കാരണം ആ. ഇൻകം ടാക്സ് എനിക്ക് തീരെ ക്ലാസ് അറ്റൻഡ് ചെയ്യാൻ പറ്റാത്ത ഒരു സംഭവമായിരുന്നു. അപ്പോൾ ആ. ഞാനത് അറ്റൻഡ് ചെയ്തപ്പോൾ എനിക്ക് അത് കാര്യങ്ങൾ പെട്ടെന്ന് പെട്ടെന്ന് മനസ്സിലായി. അതും 2 ദിവസം കൊണ്ടാണ് സാറ് ക്ലിയർ ചെയ്തത്. അപ്പോൾ സാർ ഉണ്ടാവും എന്നുള്ള പ്രതീക്ഷയിലാണ് ഞാൻ ഇവിടെ എത്തിയത്. അങ്ങനെ ഇവിടെ എത്തി നോക്കുമ്പോൾ സാറ് CMA ഇന്ത്യയാണ്, ഞാൻ CMA US അടുത്ത്. ഉം. അങ്ങനെ ഞാൻ അപ്പം കുറച്ച് ഡെസ്പ് കഴിഞ്ഞു, കുറച്ച് Okay. കഴിഞ്ഞിട്ട് ഞാൻ അറിയുന്നത്. അതെ. അങ്ങനെ ഒരു ഭാഗ്യം എന്ന് പറയുകയാണെങ്കിൽ സാറിനാണ് ഞങ്ങൾക്ക് ബേസ് ക്ലാസ് എടുക്കാൻ വന്നത്. ആഹാ. അപ്പോൾ CMAന്റെ ഒരു തുടക്കം എന്ന് പറയുന്നത് ഞാൻ ആഗ്രഹിച്ച ഒരു സാറിൻ്റെ അടുത്ത് നിന്നാണ് എനിക്ക് കിട്ടിയത്. Okay. അപ്പോൾ അതെനിക്കൊരു ഭാഗ്യം പോലെ ഞാൻ കാണുന്നുണ്ട്. നമുക്ക് കംഫർട്ടബിൾ ആയിട്ടുള്ള അതെ, അതെ. ടീച്ചേഴ്സിനെ കിട്ടാന്ന് പറയുന്നത് ഒരു ബിഗ് സാർ കാര്യം ഭയങ്കര കുട്ടികളെ നല്ല ഹാൻഡിൽ ചെയ്യും. ഭയങ്കര നല്ല ക്ലാസ്സാണ് സാറിൻ്റെ. പെട്ടെന്ന് പെട്ടെന്ന് കാര്യങ്ങൾ മനസ്സിലാവും. മീൻ സാറിനെ പറ്റി പറയുകയാണെങ്കിൽ മൂപ്പരെ അറിയാതെ മൂപ്പരെ നമ്മളെ മോട്ടിവേറ്റ് ചെയ്തതാണ്. അതെങ്ങനെയാ വെച്ചാൽ മൂപ്പര് ക്ലാസ്സിൽ ബേസ് ക്ലാസ് ഒക്കെ കഴിഞ്ഞു. നമുക്ക് ബേസ് ക്ലാസ് നിർബന്ധമായിരുന്നു. കാരണം ബാക്കിയുള്ള കുട്ടികളൊക്കെ ശ്രദ്ധിക്കണ്ടോന്ന് എനിക്കറിയില്ല, പക്ഷെ ഞങ്ങൾ നന്നായിട്ട് ശ്രദ്ധിച്ചിരുന്നു. ഞങ്ങൾ രണ്ടുപേരും, കാരണം ഞങ്ങൾക്ക് ഒരു ബേസും ഇല്ല. അപ്പോൾ ഞങ്ങൾ നന്നായിട്ട് ശ്രദ്ധിച്ചിരുന്നു. അപ്പോൾ ലാസ്റ്റ് ബേസ് ക്ലാസ് ഒക്കെ കഴിഞ്ഞ് ഞങ്ങൾ എന്നും വീട്ടിൽ പോയിട്ട് കാര്യമായിട്ട് നോക്കും. ഒക്കെ കഴിഞ്ഞിട്ട് ലാസ്റ്റത്തെ ദിവസം മുമിൻ സാർ പറഞ്ഞൊരു കാര്യമുണ്ട്, ഇനി ഞാൻ ഇനി ഇവിടെ വെച്ചിട്ട് നിങ്ങളെ ക്ലാസ് അവസാനിക്കുകയാണ്, ഇനി ഞാൻ അങ്ങോട്ട് വരില്ല, കാരണം ഞാൻ CMA ഇന്ത്യൻ്റെ ഫാക്കൽറ്റിയാണ്, ഇനി ഞാൻ വരുന്നത് നിങ്ങളെ കോൺവെക്കേഷൻ പരിപാടിക്കായിരിക്കും. അപ്പോൾ കോൺവെക്കേഷൻ പരിപാടിൻ്റെ ആ ടൈമിൽ ഞാൻ സ്റ്റേജിലുണ്ടാവും. നിങ്ങൾ അവിടെ നിന്ന് നിങ്ങൾക്ക് കൈ തരണം, എന്നിട്ട് പറയണം ഞാൻ അന്ന് സാറ് പറഞ്ഞുകൊണ്ടുള്ള ആളാണെന്ന് പറയണം. അത് സാർ അറിയാതെ നമ്മളൊന്ന് മോട്ടിവേറ്റ് ചെയ്തു. മോട്ടിവേഷൻ ആയിരുന്നു അത്. അത് ഞാൻ എപ്പോഴും അങ്ങനെ കരുതിയിരുന്നു, ഇനി കോൺവെക്കേഷൻ പരിപാടി ഉണ്ടാകുമ്പോൾ സാറിനെ കണ്ടിട്ട് അങ്ങനെ ഒന്ന് പറയണമെന്ന് ഇടയ്ക്ക് കരുതിയിരുന്നു. നിങ്ങൾ സ്റ്റഡി പ്ലാനിങ് ഒക്കെ എങ്ങനെയായിരുന്നു? അത് പറയാൻ പറ്റുമോ? എങ്ങനെയൊക്കെയാ പഠിച്ചത്, അതിന്റെ പ്രിപ്പറേഷൻസ് ഒക്കെ എങ്ങനെയായിരുന്നു? അങ്ങനെ കുറച്ച് കാര്യങ്ങൾ. പ്ലാനിങ് നമുക്ക് ആദ്യം തന്നെ ഒരു കണക്ഷൻ കിട്ടിയിട്ടില്ല. ഫസ്റ്റ് തന്നെ ഒരിക്കലും ആർക്കും കിട്ടൂല. നമ്മളതിലേക്ക് ഒരു ട്രാക്കിൽ വരാണ്ട് അത് ഓട്ടോമാറ്റിക് നമ്മൾ വരണം, അപ്പോഴേ നമുക്കത് കിട്ടുള്ളൂ. കാരണം നമ്മൾ CMA USൻ്റെ എക്സാം പാറ്റേൺ എന്ന് പറയുന്നത് കംപ്ലീറ്റ്ലി ഡിഫറെൻറ്റ് ഒരു എക്സാം പാറ്റേൺ ആണ്. 100 MCQ ക്വസ്റ്റ്യൻസ്, പിന്നെ ഒരു essay സെക്ഷൻസ്. അപ്പോൾ അത് അതിൻ്റെതായ രീതിക്ക് പഠിച്ചാലേ നമുക്കത് ക്രാക്ക് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പം അത് ചെയ്തത് MCQ ക്വസ്റ്റ്യൻസ് ധാരാളം പ്രാക്ടീസ് ചെയ്തിട്ടുണ്ട്. എസ്സേക്ക് വേണ്ടിയിട്ട് അതിനും വേറൊരു ട്രിക്ക് ഉണ്ട്, എസ്സേൻ്റെ ട്രിക്ക്. അതിന് വയ്യ പറഞ്ഞുതരാം. എസ്സേ ട്രിക്കാണ് ഏറ്റവും ഞങ്ങൾ ഒരു ഗ്രൂപ്പ് സക്സസ് ആവാൻ കാരണം എസ്സേൻ്റെ ട്രിക്കാണ്. ആ ട്രിക്ക് എനിക്ക് തോന്നുന്നത് അത് ഞാനാണ് ഇൻട്രൊഡ്യൂസ് ചെയ്ത്. Okay. അപ്പം അത് ഞങ്ങളൊരു ടേണിംഗ് പോയിന്റ് ആണ് സംഭവം. അപ്പം പിന്നെ സ്റ്റഡി പ്ലാനിൽ പറയാനുള്ളത് നല്ലോണം ടൈം ഇതിൽ ഇൻവെസ്റ്റ് ചെയ്യണം. ഇപ്പോൾ നമ്മളൊരു വർക്ക് ചെയ്യുന്ന ആളാണെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ വേറൊരു പഠിക്കുന്ന എന്താണെന്നുണ്ടെങ്കിലും നല്ലോണം ടൈം ഇതിന് മാറ്റി വെക്കണം. കാരണം ആ ടൈം മാറ്റി വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെതായ ഒരു ഫ്ലോയിൽ നമ്മൾ എത്തുള്ളൂ. കാരണം ഞാനൊക്കെ ഒരു 6 മണിക്ക് എണീക്കും. എന്നിട്ട് ഞാൻ എൻ്റെ റൂമിൽ നിന്ന് എണീക്കുക, വെള്ളം കുടിക്കാൻ എണീക്കും, മൂത്രയ്ക്കാൻ എണീക്കും, ഫുഡ് കഴിക്കാൻ എണീക്കും, താഴെപ്പോവും, അങ്ങനെ അത്രയും ഞാൻ എണീക്കലുള്ളൂ. ഞാൻ കംപ്ലീറ്റ്ലി വീട്ടിൽ തന്നെ. അപ്പോൾ എനിക്ക് എൻ്റെ വീട്ടിൽ നിന്ന് പഠിക്കുന്ന പോലത്തെ ഒരു കംഫർട്ട് വേറെ എവിടെ പോയാലും ഉണ്ടാവില്ല എന്ന് എനിക്ക് ആദ്യം അറിയാൻ. അപ്പോൾ ഞാൻ വീട്ടിൽ നിന്ന് തന്നെയാണ് ഫുൾ പഠിച്ചതും കാര്യങ്ങളൊക്കെ. അങ്ങനെ ഒരുപാട് ടൈം ഇത് എന്തായാലും നമ്മൾ മാറ്റിവെക്കാൻ തയ്യാറാണെന്നുണ്ടെങ്കിൽ നമുക്ക് വിത്തിൻ 1 ഇയർ കൊണ്ട് തന്നെ ഇത് സുഖമായിട്ട് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റും. ആ ഒരു 1 ഇയർ ഇതിനു വേണ്ടി മാറ്റി വെക്കുകയാണെന്നുണ്ടെങ്കിൽ ആ ഒരു സക്സസ് നമുക്ക് അതെ, അതെ. കിട്ടും എന്നുള്ളൊരു. പിന്നെ നമുക്ക് പറയാനുള്ളത് ടെക്സ്റ്റ് റീഡിംഗ് ആണ് ഇതിൻ്റെ കീ ഇമ്പോർട്ടൻസ്. കാരണം നമുക്ക് MCQ ക്വസ്റ്റ്യൻസ് വരുമ്പോൾ ആ ക്വസ്റ്റ്യൻസ് ഏത് ലെവലിലാണ് ഉള്ളതെന്നുള്ള മനസ്സിലാവുന്നുണ്ടെങ്കിൽ നമ്മൾ ടെക്സ്റ്റ് പക്കായിട്ട് വായിക്കണം. കാരണം ആ ടോപ്പിക്ക്, ആ കോൺസെപ്റ്റ് കാര്യങ്ങളൊക്കെ നമുക്ക് കംപ്ലീറ്റ്ലി അറിയുന്നതാണെന്നുണ്ടെങ്കിൽ നമുക്ക് ആ ക്വസ്റ്റ്യൻ വരുമ്പോൾ മനസ്സിലാവും ഇത് ഇന്ന സ്ഥലത്തുള്ളതാണ്. എനിക്കൊക്കെ എന്താ വെച്ചാൽ ഞാൻ ടെക്സ്റ്റ് കംപ്ലീറ്റ്ലി വായിച്ചതിനോട് എനിക്കൊരു ക്വസ്റ്റ്യൻ കാണുമ്പോൾ ആ ടെക്സ്റ്റിൻ്റെ പേജ് ഏതാണോ ആ ഏരിയ, ഇപ്പം ഒരു വേരിയൻസ് അനാലിസിസ് ടോപ്പിക് വരാന്നുണ്ടെങ്കിൽ ആ ടെക്സ്റ്റിൽ ഏത് ഭാഗത്താണ് ഇവിടെ ആണോ എന്നുള്ളത് എനിക്കങ്ങനെ മൈൻഡിൽ വരും. അത് നമ്മൾ ആ ടെക്സ്റ്റ് അങ്ങനെ അത്രയും ഇൻവോൾവ് ആയതുകൊണ്ടാണ്. അത് ഞങ്ങളെ മെൻറ്റർ ഉണ്ട് അരുൺ സാറ് പറഞ്ഞതെന്ന് വെച്ചാൽ ഞങ്ങളോട് ഫസ്റ്റ് തന്നെ പറഞ്ഞു, ടെക്സ്റ്റ് നിങ്ങൾ തിന്നണം. ഓക്കെ. ടെക്സ്റ്റ് തിന്നാൽ അതിൻ്റെ എന്തായാലും റിസൾട്ട് ഉണ്ടാവും. അപ്പോൾ ടെക്സ്റ്റ് റീഡിങ് മസ്റ്റാണ്. പിന്നെ MCQ ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്യണം. ഒരുപാട് സോഫ്റ്റ്വെയർസ് ഉണ്ട്. അപ്പം സോഫ്റ്റ്വെയർസ് യൂസ് ചെയ്ത് പ്രാക്ടീസ് ചെയ്യുന്നതാണ്. കാരണം നമുക്ക് കമ്പ്യൂട്ടറൈസ്ഡ് എക്സാമാണ്. അതെ, അതെ. അപ്പോൾ നമ്മൾ ഇതുവരെ ഇന്ത്യൻ സിസ്റ്റം പ്രകാരം ഇന്ത്യൻ സിസ്റ്റത്തിലല്ല, ഇപ്പോൾ CA ആണെങ്കിൽ വരെ റിട്ടൺ എക്സാമാണ്. നമ്മളത് ഇൻ്റർനാഷണൽ കോഴ്സ് ആയതുകൊണ്ട് അതിൻ്റെ എക്സാം പറയുന്നത് പക്ക ഒരു ഡിഫറെൻറ്റാണ്. അപ്പോൾ നമ്മൾ ക്ലാസ്സിൽ ഫസ്റ്റ് വന്ന് എക്സാം പാറ്റേൺ അറിഞ്ഞപ്പോൾ തന്നെ നമ്മൾ സ്റ്റക്കാണ്. അതെ, അതെ. ഫസ്റ്റ് തന്നെ നമുക്ക് മൂസിൻ സാർ ഒരു ക്വസ്റ്റ്യൻ ഇട്ട് അല്ലേ, വലിയൊരു ക്വസ്റ്റ്യൻ ഒരു ഇക്വിറ്റിൻ്റെ. എന്നിട്ട് ഒക്കെ വായിച്ചിട്ട് ഇതൊക്കെ നോക്കാൻ എങ്ങനെ ഇത് സോൾവ് ചെയ്യാം. 4 ഇതും തന്നു, MCQ ആൻസേഴ്സും തന്നു, ഇതെങ്ങനെ സോൾവ് ചെയ്യും. ലാസ്റ്റ് ഇതൊക്കെ ആദ്യം ചെയ്യാൻ പറഞ്ഞു മുസ്ലിം സാർ. ആദ്യം ഒക്കെ വായിച്ചിട്ട് ചെയ്യാൻ പറഞ്ഞു. ലാസ്റ്റ് ഒക്കെ കഴിഞ്ഞിട്ട് മുസ്ലിം സാർ പറഞ്ഞു ഇതിൻ്റെ ഒന്നും ആവശ്യമില്ല,
ലാസ്റ്റിക്കാണ് നോക്കിയാൽ മതി. ഇങ്ങോട്ട് ആദ്യം ക്വസ്റ്റ്യൻ മനസ്സിലാക്കുക, എന്നിട്ട് വായിക്കാൻ ആവശ്യമുള്ളത് മാത്രം വായിക്കുക. അതാണ് ഇതിൻ്റെ ഒരു പാറ്റേൺ മൊത്തത്തിൽ. ഒരു ക്വസ്റ്റ്യൻ ഉണ്ടാവും, ആ ക്വസ്റ്റ്യനിൽ താഴത്തേക്ക് ക്വസ്റ്റ്യൻ, അപ്പോൾ വാട്ട് ഈസ് എന്ന് പറഞ്ഞിട്ടൊരു ക്വസ്റ്റ്യൻ ഉണ്ടാവും. ആ ക്വസ്റ്റ്യൻ വായിക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും കംപ്ലീറ്റ്ലി ക്വസ്റ്റ്യൻ്റെ ഒരു പാറ്റേൺ എന്താണെന്നുള്ളത്. അപ്പോൾ അത് ഫസ്റ്റ് വായിച്ചിട്ട് പിന്നെ ക്വസ്റ്റ്യൻ മേലോട്ടേക്ക് പോയിക്കുക. അങ്ങനെയാണ് ക്വസ്റ്റ്യൻ റീഡ് ചെയ്ത് ക്വസ്റ്റ്യൻ എന്താണെന്ന് മനസ്സിലാക്കിയിട്ട് ചെയ്യാം. പക്ഷേ ലാസ്റ്റ് ക്വസ്റ്റ്യൻ വായിച്ചിട്ട് ക്വസ്റ്റ്യൻ പാറ്റേൺ മനസ്സിലാണെങ്കിൽ നമ്മൾ എക്സാമിന് പോകുന്നതിന് മുന്നേ തന്നെ ഏകദേശം 2000-3000 അതിൽ കൂടുതലൊക്കെ ക്വസ്റ്റ്യൻ പ്രാക്ടീസ് ചെയ്യണം. എന്നാലേ അതിനൊരു സ്കില്ല് ആവുള്ളൂ. ഒറ്റയടിക്ക് 1-2 മാസം കൊണ്ടൊന്നും ആയി കിട്ടൂല. ഇപ്പോൾ ഹുസൈൻ പറഞ്ഞാൽ ഹുസൈൻ്റെ സ്റ്റഡി പ്ലാന് ടെക്സ്റ്റ് വായിച്ചിട്ടുള്ള ഒരു സ്റ്റഡി പ്ലാൻ ആയിരുന്നു. ഇൻ്റെതും ടെക്സ്റ്റ് വായിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ ഞാൻ അങ്ങനെ ടെക്സ്റ്റ് ഇങ്ങനെ ഓരോ വരികൾക്കിടയിലൂടെ വായിച്ചിട്ടില്ല. ഞാൻ മൊത്തത്തിൽ ടെക്സ്റ്റ് ഇങ്ങനെ നോക്കും, വായിക്കും. ഒറ്റവട്ടം ഫസ്റ്റത്തെ പാർട്ട് 1ൻ്റെ എൻ്റെ പ്ലാൻ എന്തായിരുന്നു വെച്ചാൽ ഫസ്റ്റൊക്കെ ടെക്സ്റ്റ് ഒന്ന് വായിക്കും, ടെക്സ്റ്റ് വായിച്ചിട്ട് അവിടെ വെക്കും. പിന്നെ രണ്ടാമത്തെ പ്രാവശ്യം എന്ന് പറഞ്ഞാൽ ടെക്സ്റ്റ് വായിക്കുന്നതോടുകൂടെ ഓരോ സെക്ഷനാക്കിയിട്ട് ഞാൻ A4-ൽ ഒരു പേജ് ഉണ്ടാക്കും, ഒരു 5-6 പേജുള്ള ഉണ്ടാക്കും. അതിൽ ഇമ്പോർട്ടൻറ്റ് പോയിന്റ് മാത്രം അതിൽ എഴുതി വെക്കും, എല്ലാ കാര്യങ്ങളും അതിൽ എഴുതി വെക്കും. അതിലില്ലാത്തൊരു സാധനം ഉണ്ടാവില്ല. എന്നിട്ട് അടുത്ത പാട്ട് എല്ലാ പാട്ടിനും അങ്ങനെ ഉണ്ടാക്കി വെക്കും. അതായത് എക്സാമിൻ്റെ ഒരു 20 ദിവസം മുമ്പ് ഈ സാധനം സെറ്റ് ആയിരിക്കും കയ്യിൽ. അതിൻ്റെ ഇടയ്ക്ക് എക്സാം ക്വസ്റ്റ്യൻസൊക്കെ ഉണ്ടാക്കും, ക്വസ്റ്റ്യൻസൊക്കെ നമ്മൾ ഹോക്കിൽ ചെയ്യും, എല്ലാം നടക്കുന്നുണ്ടാവും. പക്ഷേ ഈ സാധനം എല്ലാ പാട്ടിൻ്റെ എൻ്റെ കയ്യിൽ ഇപ്പോഴും ഉണ്ട്. ഞാൻ ഒരു കുട്ടിക്ക് അത് പഠിക്കാൻ വേണ്ടി കൊടുത്തും ചെയ്തിരുന്നു. ഒരു സെക്കൻഡ് പാട്ടിന് എൻ്റെ കയ്യിലുണ്ട്. അപ്പോൾ ഈ സാധനം സെറ്റാക്കിയിട്ട് ഞാൻ അവിടെ വെക്കും. എന്നിട്ട് 20 ദിവസം എക്സാമിന് മുമ്പുള്ള 20 ദിവസം ഞാൻ തുടങ്ങും. 20 ദിവസം കണക്ക് വെച്ചിട്ട് തുടങ്ങും. ഓരോ ദിവസം ഇത്ര പഠിക്കണം, ഈ പാർട്ട് പഠിക്കണം. എന്നിട്ട് പിന്നെ ഫുള്ള് ക്വസ്റ്റ്യൻസാണ്. ക്വസ്റ്റ്യൻസ് ചെയ്തിട്ട് സംശയമുള്ളത് നോക്കും. ടെക്സ്റ്റ് പിന്നെ തൊട്ടിട്ടില്ല. അതിൻ്റെ ഒരു സ്റ്റഡി പ്ലാൻ ആയിരുന്നു. എനിക്ക് ടെക്സ്റ്റ് വായിക്കാനും ഇൻട്രസ്റ്റ് ഇല്ല ഒന്നാമത്. അപ്പോൾ ഞാനിത് മാറ്റി ചെയ്തെടുക്കും. ഞാൻ നന്നായിട്ട് എൻ്റെ ഒരു പ്ലാൻ എന്താണെന്ന് വെച്ചാൽ എനിക്ക് എഴുതിയാൽ കുറേ കാര്യങ്ങൾ തലയിൽ കയറും. അത് കുറേ ആളുകൾക്ക് അങ്ങനെയാണെന്നാണ് ഞാൻ മനസ്സിലാക്കണത്. അപ്പോൾ ഞാനിത് ടെക്സ്റ്റിന് വായിച്ചിട്ട് ജസ്റ്റ് അതിൽ എന്താ മനസ്സിലാവണം ആ ഹെഡിങ് ചെയ്തും ജസ്റ്റ് അതിൽ എന്താണുള്ളതെന്ന് ചെയ്തു. പിന്നെ എനിക്ക് ഇടയ്ക്കിടയ്ക്ക് ഞാൻ ഇങ്ങനെ മറിച്ച് നോക്കും. അപ്പോൾ എൻ്റെ തലയിൽ പക്കായിട്ട് സാധനം ഉണ്ടാവും. ഇപ്പോൾ എക്സാമിന് ഇപ്പോൾ എനിക്ക് അങ്ങനെ ക്വസ്റ്റ്യൻ വന്നാൽ ആ ക്വസ്റ്റ്യൻ എനിക്ക് ടെക്സ്റ്റ് അല്ല ഓർമ്മ വരിക, ഞാൻ ഉണ്ടാക്കിയ ആ സാധനമാണ് ഓർമ്മ വരിക. അത് എൻ്റെ ഒരു വെറൈറ്റി പ്ലാൻ ആയിരുന്നു. ഞാൻ കുറേ ആളുകൾക്ക് എന്നോട് കുറേ മെൻറ്ററിങ് സപ്പോർട്ട് ചോദിച്ച കുറേ ആൾക്കാർക്ക് ഞാൻ അത് പറഞ്ഞു കൊടുത്തും ചെയ്തിട്ടുണ്ട്. അങ്ങനെ ഒരു സാധനം ഭയങ്കര ഹെൽപ്ഫുൾ ആണ്. ഓരോ സ്റ്റുഡൻസിനും ഡിഫറെന്റ് കൈൻഡ് ഓഫ് പാറ്റേൺ ആയിരിക്കില്ല പഠിക്കാൻ വേണ്ടിയിട്ടുള്ളത്. സ്റ്റിൽ അതേപോലെ ഞാൻ ചെയ്ത ഒരു മെത്തേഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഹൈലൈറ്റർ കൊണ്ട് മാർക്ക് ചെയ്യും. അപ്പോൾ പിന്നെ അപ്പോൾ ഒരു ചാപ്റ്റർ അറിയുന്ന ഇപ്പോൾ 5-6 പേജൊക്കെ ഉണ്ടാവും കംപ്ലീറ്റ്ലി. അപ്പോൾ നമ്മളിപ്പോൾ അത് ഒരു ടൈം വായിച്ചു കഴിഞ്ഞാലും പിന്നെ അതിലെ മെയിൻ പോയിന്റ്സ് ചെയ്താൽ നോക്കാന്നുണ്ടെങ്കിൽ ഹൈലൈറ്റ് ചെയ്ത പോർഷൻസ് മാത്രം നോക്കിയാൽ. അപ്പോൾ ഞാൻ ചെയ്തൊരു സംഭവം എക്സാമിൻ്റെ തലേന്നും അതായത് എക്സാമിൻ്റെ ഒരു 1 വീക്ക് മുന്നേ 10 ഡേയ്സ് മുന്നേ കാണുമ്പോൾ ലാസ്റ്റ് ടൈറ്റ് പ്രിപ്പറേഷൻ ചെയ്യുക. അപ്പോൾ ഈ ടൈറ്റ് പ്രിപ്പറേഷനിൽ നമ്മൾ ചെയ്യുന്നത് ആ ഹൈലൈറ്റ് ചെയ്ത പോർഷൻസ് മാത്രം വായിക്കും. അതിലുണ്ടാവും കംപ്ലീറ്റ്ലി സാധനങ്ങൾ. അതൊരു നല്ലൊരു മെത്തേഡാണ്. ഇനി മുസ്തഫ എങ്ങനെയായിരുന്നു ചെയ്തത്? ഞാൻ പൊതുവേ എനിക്ക് നോട്ട്സ് ചെയ്തുന്ന ശീലമില്ല. ഞാൻ നോട്ട്സ് ഒരു വരി പോലും ഞാൻ നോട്ട്സ് ചെയ്തില്ല. അപ്പോൾ ഞാൻ എൻ്റെ ഒരു മെത്തേഡ് ഞങ്ങളുടെ ഒരു ഫാക്കൽറ്റി ഉണ്ടായിരുന്നു, മൂസിൻ സാറ്. അപ്പോൾ സാറ് പറഞ്ഞിരുന്നു, നിങ്ങൾ ഒരു പ്രാവശ്യം എക്സാം എഴുതി കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾ ടെക്സ്റ്റ് മെറ്റീരിയൽ പിന്നെ ഒരു ആക്കി യൂസ് ചെയ്യാൻ പറ്റാത്ത രൂപത്തിലാക്കണം. ഐ മീൻ അത് തന്നെ ഡിസ്റെസ്പെക്ട് ചെയ്യണമെന്നല്ല, അതങ്ങനെ യൂസ് ചെയ്യണം. അപ്പോൾ ഞാൻ 2 എക്സാമിന് മുന്നേ മിനിമം 5 പ്രാവശ്യമെങ്കിലും ഈ ടെക്സ്റ്റ് മുഴുവനായിട്ട് ഞാൻ കംപ്ലീറ്റ് വായിച്ചിട്ടുണ്ട്. കാരണം എനിക്ക് ഞാൻ ഡൗട്ടുള്ളൊരു കാര്യം ക്ലിയർ ചെയ്യണമെങ്കിൽ നോട്ട്സ് നോക്കാൻ നോട്ട്സ് ഇല്ലല്ലോ, ടെക്സ്റ്റ് മറിച്ച് വായിക്കണം. പിന്നെ ഞാൻ ഹൈലൈറ്റ് ചെയ്യും, നല്ല പോർഷൻസൊക്കെ ഹൈലൈറ്റ് ചെയ്യും. അപ്പോൾ ലാസ്റ്റ് ഹുസൈൻ പറഞ്ഞ പോലെ ലാസ്റ്റ് പോർഷൻസൊക്കെ ലാസ്റ്റ് 10 ദിവസമൊക്കെ ആകുമ്പോൾ പിന്നെ വായിക്കുമ്പോൾ ഈ ഹൈലൈറ്റ് ചെയ്ത ഭാഗങ്ങൾ മാത്രം വായിക്കുക. അപ്പോൾ എന്നെ സംബന്ധിച്ച് കുറച്ച് ടൈറ്റ് ഷെഡ്യൂളായിരുന്നു. അതായത് കുറച്ച് എന്താ പറയുക, ഞാൻ ഒരു മദ്രസ അധ്യാപകനാണ് ബേസിക്കലി. അപ്പോൾ രാവിലെയും വൈകുന്നേരമായിട്ട് മോർണിംഗ് ഈവനിങ് ആയിട്ട് 4.5 മണിക്കൂർ കുട്ടികളെ പഠിപ്പിക്കാൻ തന്നെ എനിക്ക് വേണം. ബാക്കി ഉള്ള സമയം കണ്ടെത്തിയിട്ടാണ് സൈലത്തിൽ ക്ലാസ്സിന് വരണം, അത് കഴിഞ്ഞിട്ട് റിവിഷൻ ചെയ്യണം. 2 മണിക്കൂർ അല്ലെങ്കിൽ 3 മണിക്കൂർ പഠിക്കുന്നുണ്ടെങ്കിൽ ആ പഠിക്കുന്ന സമയം മുഴുവൻ പക്ക പ്രൊഡക്റ്റീവ് ആവണം. കാരണം എനിക്ക് പിന്നെ ഒരു 1-2 മണിക്കൂർ ഞാൻ മൊബൈലിൽ കളിച്ചിരുന്നാൽ പിന്നെ പഠിക്കാനൊന്നും സമയമില്ല. പിന്നെ കാരണം അവൻ്റെ മെയിൻ സാധനം അതാ. കാരണം ഞാൻ എൻ്റെ ഒരു ഡേ ഫുൾ വായിച്ചാൽ എനിക്ക് ചില സമയം തോന്നിയിട്ടുണ്ട് ഇത്ര ടൈം പോരാന്നുള്ളത്. എനിക്ക് പിന്നെ അതേമാതിരി ഞാൻ പുറത്തിറങ്ങിയാലോ എന്തെങ്കിലും ഒരു 10 മിനിറ്റ് വേസ്റ്റ് ആയിപ്പോൾ എനിക്ക് ഭയങ്കര റിഗ്രറ്റ് ആണ്. 10 മിനിറ്റ് പോയിപ്പോയില്ല, 10 മിനിറ്റ് 10 പേജ് വായിക്കാന്നുള്ളൊരു മൈൻഡ് എനിക്ക്. അപ്പോൾ ഞാൻ ആ ടൈം ആലോചിക്കൽ വരാം, ഇവർക്ക് ഇല്ലാത്ത ടൈമിലാണ് ഇവർ ചെയ്യുക. അപ്പോൾ നമുക്ക് ടൈം മാനേജ് ചെയ്യാൻ പറ്റിക്കഴിഞ്ഞാൽ ഏറ്റവും ബെസ്റ്റ് സാധനം അതാണ് ടൈം മാനേജ്മെൻറ്റ്. നമ്മളെ സ്ട്രെസ്സും കാര്യങ്ങളൊക്കെ മാക്സിമം കുറയ്ക്കാൻ പറ്റും. ഈ സ്റ്റഡി പ്ലാനിലെ ടൈം മാനേജ്മെൻറ്റിനെ കുറിച്ച് പറയുകയാണെങ്കിൽ എൻ്റെയൊക്കെ ഡെയിലി റൂട്ടീൻ എന്ന് പറഞ്ഞാൽ ഭയങ്കര ടഫായിരുന്നു. ഉദാഹരണത്തിന് ഞാൻ രാവിലെ 5 മണിക്ക് എണീക്കും. പിന്നെ എനിക്ക് പഠിപ്പിക്കാൻ പോകണം, മദ്രസ പഠിപ്പിക്കണം. 8 മണിക്ക് ക്ലാസ് കഴിയും. ഇവിടെ 9:30 ക്ലാസ് ഇവിടെ സൈലത്തിൽ തുടങ്ങും. പിന്നെ എനിക്ക് ഇവനെ എടുക്കാൻ വേണ്ടിയിട്ട് നല്ല സ്ഥലത്ത് പോകും വേണം, ഇവന് നിൽക്കുന്ന സ്ഥലത്തേക്ക് പോകും വേണം.
അങ്ങനെ പോകണമെങ്കിൽ എനിക്ക് 8:30 മിനിമം അവിടെ നിന്ന് ഇറങ്ങണം. അപ്പോൾ അരമണിക്കൂർ എനിക്ക് ഭക്ഷണം കഴിക്കണ്ടാവും. 8:30 ഞാൻ ഇറങ്ങും, ഇവൻ്റെ അടുത്തെത്തും. അത് കഴിഞ്ഞിട്ട് സൈലത്തിൽ ക്ലാസ് കഴിയുക, പിന്നെ 4 മണിക്കാണ് ക്ലാസ് ചെയ്യുക. 4 മണിക്ക് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് 5 മണിക്ക് ക്ലാസ് ഉണ്ട്, അവിടെ ക്ലാസ് എടുക്കാൻ പോകണം. ഞങ്ങൾ സാറിനോട് പറഞ്ഞിട്ട് മെൻറ്ററോടൊക്കെ പറഞ്ഞിട്ട് ഞങ്ങൾ പോകും. എന്നിട്ട് ക്ലാസ് കയ്യിൽ 6 മണിക്കാണ്. 6 മണി കഴിഞ്ഞ് പിന്നെ നമ്മളെ കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് പിന്നെ രാത്രി 7 മണിക്കാണ് പിന്നെ പഠിക്കാനിരിക്കാനുള്ളൊരു സമയം. പിന്നെ പഠിക്കാൻ ഇരുന്നിട്ട് ഒരു 7, 8 മണി 9 മണിയൊക്കെ ആകുമ്പോൾ നമ്മൾ ഏകദേശം കുറച്ച് പഠിച്ച് പിന്നെ പഠിച്ച് കഴിഞ്ഞ് ഒരു ദിവസം കുറച്ച് ടോപ്പിക്ക് എടുക്കുള്ളൂ. അപ്പോൾ എടുത്ത് നമ്മൾ കുറച്ച് ക്വസ്റ്റ്യൻസ് ഒക്കെ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ എടുത്തേക്കും. പിന്നെ രാത്രി 8:30 ആകുമ്പോൾ എനിക്ക് വേറെ, ഞാൻ മാർഷൽ ആർട്സിനോട് താല്പര്യമുള്ള ഒരാളാണ്. അപ്പോൾ ഞാൻ ബോക്സിങ്ങിന് പോകും 8:30 ആയാൽ. പിന്നെ 10:30 കഴിയാം. 10:30 ഞാൻ വന്നാൽ ഞാൻ ഏകദേശം കിടക്കണമെങ്കിൽ 11:30 ആവും. 11:30 ആയി കിടന്നാൽ പിന്നെ രാവിലെ എനിക്ക് 5 മണിക്ക് നീച്ചിട്ട് അങ്ങനെ ഒരു ഡെയിലി റൂട്ടീൻ ഉണ്ടാവും. പിന്നെ ഒഴിവ് കിട്ടുക നമുക്കൊരു ഞായറാഴ്ച, ശനിയോ ഞായറോ ഏതെങ്കിലും 2 ദിവസം ഒഴിവ് കിട്ടുള്ളൂ. അല്ലെങ്കിൽ ശനിയാഴ്ച നമുക്കവിടെ ക്ലാസ് ഉണ്ടാവും. ഒരു സ്പെഷ്യൽ ക്ലാസ് ആയിട്ട് അവിടെ ഒരു ഉച്ച വരെ അങ്ങനെ പോകും. പിന്നെ ഒരു ദിവസമാണ് നമുക്ക് വീട്ടിൽ പോകാൻ കിട്ടുക. ചില ദിവസങ്ങളിൽ നമ്മൾ വീട്ടിൽ പോകില്ല, കാരണം ഇത് നമുക്ക് ഒരു ആഴ്ചക്കത്തെ പ്രിപ്പറേഷൻ ചെയ്യാനുണ്ടായതുകൊണ്ട് നമ്മൾ വീട്ടിൽ പോകില്ല. അങ്ങനെയൊക്കെ ആയിരുന്നു, ഒരു ടൈറ്റ് ഷെഡ്യൂളായിരുന്നു. അത് നമ്മൾ കൂളായിട്ട് നമ്മൾ ഹാൻഡിൽ ചെയ്തു. നമുക്ക് കുഴപ്പമില്ലാതെ ഞങ്ങൾ രണ്ടുപേരും ഏകദേശം അങ്ങനെയൊക്കെ സ്ട്രെസ്സുള്ള ആളുകളായിരുന്നു. ഞങ്ങൾ രണ്ടുപേരും കൂളായിട്ട് ഹാൻഡിൽ ചെയ്തു. വേറെ കുഴപ്പം ഇപ്പം ആലോചിക്കുമ്പോൾ ഭയങ്കര ഒരു പ്രൗഡാണ് ആ കാര്യങ്ങളൊക്കെ. നമ്മളെ മൈൻഡിൽ എപ്പോഴും അതുണ്ടാവുക, എന്തായാലും നമ്മൾ കഷ്ടപ്പെടാൻ വേണ്ടി വന്നു, അപ്പോൾ എന്തായാലും കഷ്ടപ്പെട്ടിട്ടേ കയറാവൂ എന്നുള്ള ആ ഒരു മൈൻഡ് ആയിരുന്നു ഞങ്ങളുടെ മനസ്സിൽ. അപ്പം കുറച്ച് കഷ്ടപ്പെട്ടാലും കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ ഇതിനെ പറ്റി ആലോചിക്കണ്ടല്ലോ എന്നുള്ള ഒറ്റ മൈൻഡ് ആയിരുന്നു. പക്ഷേ ഇതിൽ ഈ ഒരു ടൈം ഇത്ര പ്രൊഡക്റ്റീവായിട്ട് യൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ എൻ്റെ ഒരു മെത്തേഡ് എന്ന് വെച്ചാൽ, ഞാൻ അന്ന് ഒരു ദിവസം ക്ലാസ്സിൽ നിന്ന് ഇറങ്ങുകയാണെങ്കിൽ അന്ന് ക്ലാസ്സിൽ പഠിപ്പിച്ച കോൺസെപ്റ്റ് മുഴുവൻ എനിക്ക് പക്കയായിട്ട് ക്ലാസ്സിൽ നിന്ന് ഇറങ്ങുള്ളൂ. അതായത് അതിൻ്റെ ഇടയിൽ ഞാൻ ചിലപ്പോൾ ക്ലാസ്സിനടി ചിലപ്പം ഉറക്കൊക്കെ വരും, ക്ലാസ്സിനടി ഒന്ന് കിടന്നു അല്ല ക്ലാസ്സിനടി പൊതുവേ 10 മണി 11:30 അതിന്റെ ഇടയ്ക്ക് മുസ്തഫാനെ നോക്കിയാൽ കിട്ടില്ല. ചെറിയൊരു നാപ്പ് ഉണ്ടാവും, ഒരു അരമണിക്കൂർ എന്തെങ്കിലും ക്ലാസ്. എന്റെ വിജയത്തിന്റെ രഹസ്യം ആ ഉറക്കം കിട്ടില്ല. അല്ല പക്ഷെ ഞാൻ ആ വർക്കിന്റെ ഇടയിൽ മിസ്സായത് അല്ലെങ്കിൽ എനിക്ക് ഇടയിൽ മനസ്സിലാവാത്ത കോൺസെപ്റ്റ്സ് ഒക്കെ ക്ലാസ്സിൽ നിന്ന് ഇറങ്ങുന്നതിന് മുന്നേ അല്ലെങ്കിൽ ഞാൻ ബ്രേക്ക് ഉണ്ടാവുന്ന സമയത്തൊക്കെ ഞാൻ ചിലപ്പം പുറത്തേക്ക് പോകില്ല. അത് നോക്കിയിട്ട് അന്ന് ക്ലാസ്സിലെടുത്ത് കോൺസെപ്റ്റ്സ് എനിക്ക് തുറവായിട്ടേ ക്ലാസ്സിൽ നിന്ന് ഇറങ്ങാറുള്ളൂ. കാരണം അങ്ങനെ അല്ലാതെ ഇറങ്ങിയാൽ പിന്നെ എനിക്ക് നൈറ്റിൽ റിവിഷൻ ചെയ്യാൻ സമയം ഉണ്ടാവില്ല, ഇത് കോൺസെപ്റ്റ് ഇതാക്കാൻ ക്ലിക്കാക്കാൻ സമയം ഉണ്ടാവുള്ളൂ. അപ്പോൾ ഞാനങ്ങനെ ക്ലാസ്സിൽ നിന്ന് മുഴുവനായിട്ട് മനസ്സിലാക്കിയിട്ട് ഇറങ്ങും. പിന്നെ രാത്രി മാത്രമേ എനിക്ക് വായിക്കാനുള്ള സമയം കിട്ടുള്ളൂ. രാത്രി വായിക്കും. പിന്നെ എന്തായാലും ഞാൻ ആ എടുത്ത പോർഷൻസിൻ്റെ ക്വസ്റ്റ്യൻസ് മിനിമം ഒരു 30 ക്വസ്റ്റ്യൻസ് എങ്കിലും കവർ ചെയ്യും, എന്നാലേ പിറ്റേ ദിവസം ഇതിൻ്റെ കണ്ടിന്യൂറ്റി കിട്ടുള്ളൂ. പിന്നെ നമ്മുടെ മെറ്റീരിയലിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഹോക്കായിരുന്നു ഞങ്ങളുടെ മെറ്റീരിയൽ. അപ്പോൾ ഫസ്റ്റത്തെ പാർട്ട് 1 എക്സാമിന് തുടക്കത്തിൽ ഞാൻ ചെയ്തതിൻ്റെ തുടക്കത്തിൽ എനിക്കൊരു പ്ലാൻ ഉണ്ടായിരുന്നില്ല എങ്ങനെ ഹോക്ക് നോക്കണം. ഹോക്ക് ഇതിൻ്റെ ഉള്ളിൽ ക്വസ്റ്റ്യൻ ബാങ്ക് ഉണ്ട് എന്ന് അറിയണത് തന്നെ ഞാൻ 2 മാസം കഴിഞ്ഞിട്ടാണ്. കാരണം 2 മാസം ഞാൻ സാറിൻ്റെ മുഖത്തേക്ക് ഇങ്ങനെ നോക്കി ഇതിപ്പോൾ എന്താ പറയണമെന്ന് ഇങ്ങനെ ആലോചിച്ചിട്ട് ഇങ്ങനെ കേട്ടോണ്ടിരിക്കുകയാണ്. കാരണം നമുക്ക് ഐഡിയ ഇങ്ങനെ സാധനം ഉണ്ടെന്ന്. ഇവലൊക്കെ ഇപ്പം ഫിഫോ തുടക്കത്തിൽ പാർട്ട് 1 പഠിച്ചു കൊടുക്കുക, ഫിഫോ ആ കാര്യങ്ങളൊക്കെ പറയുമ്പോൾ ഡിഗ്രിക്കാരൊക്കെ ചാടി കളിച്ചു നമുക്ക് അറിയണതാണ് ഇത് ഡിഗ്രിയിൽ എടുത്താണ്. ഏറ്റവും ഈസി അതാ ചെയ്യാറ്. ഞങ്ങൾക്ക് ഫർഹാമിസ് എടുത്തത് അതിൽ ഏറ്റവും ഈസി പറഞ്ഞാൽ ഏറ്റവും ഈസി ചെയ്യാനതാ. അപ്പോൾ ഇവർക്ക് ആ സംഭവം കണക്ഷൻ കിട്ടില്ലല്ലോ. അപ്പൊ ഞാൻ ഇങ്ങനെ നോക്കും, ഇവര് ചെയ്യാണ്ടെങ്കിൽ നോക്കും. അപ്പോൾ മിസ്സിനോട് ചോദിക്കും പക്ഷെ അത് ഒന്നുകൂടി പറയുമോ, മിസ് ഇതിപ്പോ എന്ത് പറയാ. സ്റ്റാർട്ടിങ്ങിൽ ഞങ്ങൾ വേറെ ബാക്ക്ഗ്രൗണ്ട് ആണല്ലോ, അപ്പോൾ ഇവര് പറയുന്ന ഈവൻ ഡെബിറ്റ് ക്രെഡിറ്റ് ഒക്കെ പറയുമ്പോൾ തന്നെ ഭയങ്കര എന്തോ വലിയ ഫിലോസഫി ഒക്കെ പറഞ്ഞ പോലെ ഇങ്ങനെ ഇരിക്കും. അപ്പോൾ ചിലപ്പം സാറന്മാരോട് ചോദിക്കും, ഫാക്കൽറ്റീസിനോട് ചോദിക്കും. അപ്പോൾ അവരോട് ചോദിച്ച് കുറേ ഡൗട്ട്സ് ഒക്കെ ചോദിച്ചു. എല്ലാവരും നമ്മളങ്ങനെ നോക്കുമ്പോൾ ഇങ്ങനെ അപ്പോൾ മടിയെ തുടങ്ങുമ്പോൾ അപ്പുറത്തുള്ള ആളോട് ചോദിക്കും ഇതൊക്കെ എന്താ അറിയാനേ. അപ്പോൾ അങ്ങനെ ആയിരുന്നു. പക്ഷേ സെക്കൻഡ് പാർട്ടൊക്കെ ആയപ്പോത്തിന് സാറുമാര് ചില ക്ലാസ്സിലുള്ള സ്റ്റുഡൻസിനൊക്കെ ബാക്കിയുള്ള കൂട്ടത്തിലുള്ളവരോടൊക്കെ ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നമ്മളെ റെഫർ ചെയ്യും. ചോദിക്കലൊക്കെ ചിലപ്പോൾ നമ്മളോട് ശരിക്കും നമ്മളെ ഉള്ളിൽ പ്രൗഡ് മൊമെന്റ് ആണ്. പക്ഷെ ബാക്കിയുള്ളവർക്ക് ആദ്യം കഴിഞ്ഞു. നമ്മള് വേറൊരു ബിഗ് ഡിപ്പാർട്ട്മെന്റ് ഇങ്ങോട്ടേക്ക് എത്തിയപ്പോ ഉണ്ടായ ഒരു പിന്നീട് എക്സാം കഴിഞ്ഞതിന് ശേഷം ഒരുപാട് ആളുകൾ ഇപ്പോഴും വിളിക്കാറുണ്ട്, എൻ്റെ അടുത്തേക്ക് വരട്ടെ, അങ്ങോട്ട് വരട്ടെ, ഈ കോൺസെപ്റ്റ് ഒന്ന് ക്ലിയർ ആക്കി തരുമെന്ന് പറഞ്ഞിട്ട് വിളിക്കും. അപ്പം അത് ഭയങ്കര ആ ഒരു ചേഞ്ച്, ഒരു 1 ഇയർ കൊണ്ട് ഇങ്ങനെ ചേഞ്ച് ഉണ്ടാക്കി എന്നുള്ളത് ഭയങ്കര. അത് പിന്നെ ഇതൊക്കെ പറയാന്നുള്ളത് ഇതിന് മുമ്പൊന്നുമില്ലല്ലോ, സൈലത്ത് കിട്ടിയത് മാത്രമേ ഉള്ളൂ. അതുകൊണ്ടാണ് ക്ലാസ്സിൽ എടുക്കുമ്പോൾ ആ കോൺസെപ്റ്റ് അപ്പം തന്നെ അത് ക്ലിയർ ചെയ്ത് പോകണം. അതിപ്പോ ഇനി എന്തെങ്കിലും ഒരു ഡൗട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ അവിടെ വെക്കരുത്, അത് ഒരു കാര്യമില്ല വെച്ചിട്ട്. അത് അപ്പം തന്നെ ഫ്രണ്ട്സിനോട് ആരുടെങ്കിലും സാർമാർ മെന്റർമാർ ആരൊക്കെ ചോദിച്ചിട്ട് അപ്പം തന്നെ ക്ലിയർ ചെയ്ത് പോവുക. അതാണ് ഏറ്റവും ബെസ്റ്റ് മെത്തേഡ്. ഞങ്ങൾ കാര്യമായിട്ട് സംശയം ഉണ്ടെങ്കിൽ
സാറിനോട് നേരെ മെസ്സേജ് അല്ലെങ്കിൽ നേരെ അപ്പം നേരിട്ടോന്ന് ചോദിക്കും. സാറുമാർ ഭയങ്കര ഞങ്ങൾ സപ്പോർട്ടീവായിരുന്നു. മെൻഡറായാലും സാറായാലും ഒക്കെ ഭയങ്കര സപ്പോർട്ടീവായിരുന്നു. നേരെ പോയി ചോദിക്കും, അവർ കറക്റ്റ് പറഞ്ഞുതരും, നമ്മൾ കേൾക്കും, അവിടെ ഇരിക്കും. പിന്നെ ഞങ്ങളെ മെയിൻ ഹെഡ് അൻസാർ സാറേന് ടോപ്പ് ക്ലാസ് പറഞ്ഞാൽ ടോപ്പ് ക്ലാസ്സാണ്. ഞങ്ങൾക്ക് പക്ക മോട്ടിവേഷൻ ആ സാധനമല്ലേ. നമുക്ക് ചില ആൾക്കാർ പറയുമ്പോൾ നമുക്ക് തോന്നും ഇത് മോട്ടിവേഷൻ ആണെന്നുള്ളത്. സാറ് പറയുമ്പോൾ സാധനമില്ല, നമുക്ക് കൊള്ളു. അത് നമ്മൾ കറക്റ്റ് എക്സിക്യൂട്ട് ചെയ്യാൻ പറ്റും. പക്ക നെഗറ്റീവ് മോട്ടിവേഷൻ, അതായത് അതായത് മീൻസ് സാറ് പറഞ്ഞ് കൊള്ളിച്ച് പറയൂ, നമുക്ക് കറക്റ്റ് കൊള്ളു, നമ്മളത് ചെയ്യും അത് സാധനം. ഇപ്പോൾ അരുൺ സാറൊക്കെ പറയുമ്പോൾ എങ്ങനെ പറയാ, നിങ്ങൾ പഠിക്കണം, കൺസിസ്റ്റന്റ് ആയിട്ട് പഠിക്കണം, ഇത്ര മണിക്കൂർ ഇത്ര ഹവർ ചെലവഴിച്ച് പഠിക്കണം, ചെലവഴിച്ചില്ലെങ്കിൽ ചിലപ്പോൾ നിങ്ങൾ പ്രതീക്ഷിച്ച റിസൾട്ട് കിട്ടിയെന്ന് വരിക പറയും. അൻസാർ സാർ പറയാ പഠിക്കണം, പഠിച്ചില്ലെങ്കിൽ തോൽക്കും, പഠിച്ചില്ലെങ്കിൽ തോൽക്കും. ഞാൻ അങ്ങനെ പറയാം, പഠിച്ചില്ലെങ്കിൽ തോൽക്കും ഉറപ്പാണ്. ആരും വിചാരിക്കേണ്ട പഠിച്ചാതെ ജയിച്ചു, പഠിച്ചില്ലെങ്കിൽ ഉറപ്പാ തോൽക്കുന്ന. എനിക്കറിയാം ഇവിടെ ഉള്ള എല്ലാരും പാസ്സാവുന്നില്ല, എനിക്ക് ആദ്യം അറിയാം. വേണമെന്നുണ്ടെ പഠിച്ചോ, നിങ്ങളൊക്കെ പാസ്സാവണമെന്നുണ്ടെ പഠിച്ചോളാം. ഇതിൽ ആൾമോസ്റ്റ് 50% തോൽക്കാനുള്ളതാണ്. അതിൽ പെടണ്ടെങ്കിൽ ബാക്കി 50% ആവണമെങ്കിൽ നിങ്ങൾ പഠിച്ചോളി എന്ന് സാറ് പറയാം. അപ്പൊ സ്വാഭാവികമായിട്ടും സാറ് റിയാലിറ്റി പറയാം, ബാക്കിയുള്ളവരെ പോലെ ഇങ്ങനെ കുറെ ഇല്ല. പിന്നെ ഒന്നാമെന്ന് വെച്ചാല് അൻസാർ സാറിന്റെ സ്റ്റുഡൻസ് ആണ് ബാക്കിയുള്ള ഫാക്കൽറ്റീസ്. അപ്പോൾ അത് ഞങ്ങൾക്ക് ഭയങ്കര ഞാനൊക്കെ ഒരു വണ്ടർ അടിച്ച് നോക്കിയ മൊമെന്റ് ആയിരുന്നു. കാരണം ഓറിയന്റേഷൻ സമയത്ത് സാർമാർ ഇൻട്രൊഡ്യൂസ് ചെയ്യുമ്പോൾ അൻസാർ സാർ ഏറ്റവും ലാസ്റ്റ് എന്താ പറയാ, ഇതൊക്കെ ഞാൻ പഠിപ്പിച്ച ആൾക്കാരാണ്, ഇതൊക്കെ എന്റെ സ്റ്റുഡൻസ് ആണ്. അതിന് അൻസാർ സാർ കുറെ പ്രായമുള്ള ആളൊന്നുമല്ല, സാറ് യങ്ങാണ്. അപ്പൊ എന്താണ് ഇതൊക്കെ എന്താണ് പറയാ, നോർമലി നമ്മളെ കൊണ്ടൊക്കെ കഴിയുന്ന കാര്യമാണ് സംഗതിയാണ്. അല്ലെങ്കിൽ ടീച്ചേഴ്സ് കുറച്ച് കംഫർട്ടബിൾ ആകുമ്പോൾ നമ്മുടെ കൂടെയുള്ള ഒരാളെ പോലെ തന്നെ നമുക്ക് ഫീൽ ചെയ്യും. അതെന്റെ ഒരു ടീച്ചറാണ് അല്ലെങ്കിൽ ഒരു മെന്റർ ആണ് എന്നുള്ളതിനപ്പുറത്തേക്ക് ഒരു ഫ്രണ്ടിനോട് സംസാരിക്കുന്ന പോലെ. ഞങ്ങളുടെ ടീം ഉണ്ടായിരുന്നു. ആ ടീം ഞങ്ങൾ കാര്യമായിട്ട് ടീച്ചേഴ്സിനായിട്ട് ഭയങ്കരമായിട്ട് ഇതായിരുന്നു, വർത്താനൊക്കെ പറഞ്ഞിട്ട് ഭയങ്കര ഫ്രണ്ട് സോണിലായിരുന്നു ടീച്ചേഴ്സിനായിട്ട്. അതുകൊണ്ട് ഞങ്ങൾക്ക് കുറച്ചും കൂടി കംഫർട്ടബിൾ ആയിരുന്നു കാര്യങ്ങൾ. പാസ്സായ സമയത്ത് ആർക്ക് പാട്ട് കൊടുത്തില്ലെങ്കിൽ ഫാക്കൽറ്റീസിന് കൊടുക്കൽ മസ്റ്റ് ആയിരുന്നു. പിന്നെ ഇതിന്റെ പ്രിപ്പറേഷനെ കുറിച്ച് ചോദിച്ചല്ലോ. പ്രിപ്പറേഷൻ്റെ സമയത്ത് പൊതുവേ ഉള്ളൊരു വികാരമാണ് എന്ത്, ഈ ഇങ്ങനത്തെ SSC ആണെങ്കിലും CA ആണെങ്കിലും CMA ആണെങ്കിലും ഒക്കെ പൊതുവേ ബാക്കിയുള്ള നമ്മുടെ എല്ലാ കാര്യങ്ങളും സാക്രിഫൈസ് ചെയ്യണം, ഫാമിലി ഫംഗ്ഷൻസ് ഒക്കെ സാക്രിഫൈസ് ചെയ്യണം. പേഴ്സണലി ഞാൻ പറഞ്ഞല്ലോ, എനിക്ക് ഡെയിലി ഭയങ്കര ടൈറ്റ് ഷെഡ്യൂളായിരുന്നു. പക്ഷേ എനിക്ക് എന്താണ് എൻ്റെ ഫാമിലി ഫംഗ്ഷൻസ് ആണെങ്കിലും അതല്ലെങ്കിൽ വീട് കുടുംബം അങ്ങനത്തെ സാധനങ്ങളൊന്നും ഒരു വർഷം അതിനു വേണ്ടി മാറ്റി വെക്കേണ്ട ഒരു അവസ്ഥ വന്നിട്ടില്ല. അതിനൊരു പ്രധാന കാരണം ഞാൻ പറഞ്ഞ നേരത്തെ, ഒരു 2-3 മണിക്കൂർ നമ്മൾ പഠിക്കണമെങ്കിൽ അല്ലെങ്കിൽ വീക്കിലി ഇത്ര മണിക്കൂർ ഞാൻ പഠിക്കും, അത് ഞാൻ ഒരു ദിവസക്കണക്കിന് നമ്മൾ ഡിസ്ട്രിബ്യൂട്ട് ചെയ്താലും പഠിക്കുന്ന 2 മണിക്കൂർ പ്രൊഡക്റ്റീവ് ആയിരിക്കണം. ആ 2 മണിക്കൂർ ഡെയിലി കൺസിസ്റ്റൻ്റ് പഠിക്കും വേണം. അപ്പോൾ അങ്ങനെ ചെയ്യുകയാണെങ്കിൽ ഈ ഒരു ദിവസം നമ്മളൊരു ഫംഗ്ഷന് വേണ്ടി മാറ്റി വെച്ചാലും അല്ലെങ്കിൽ വീക്കിലി ഒരു ദിവസം ഒരു ഈവനിങ്ങോ അതല്ലെങ്കിൽ അങ്ങനെയൊക്കെ വീക്കെൻഡൊക്കെ മാറ്റി വെച്ചാലും നമുക്കത് വലിയ മിസ്സിംഗ് ആയി തോന്നില്ല. അപ്പോൾ എന്നെ സംബന്ധിച്ച് ഈ പഠിക്കണ കുറച്ച് സമയം വളരെ പ്രൊഡക്റ്റീവായി പഠിച്ചുകൊണ്ട് തന്നെ പരിപാടികളൊന്നും മിസ് ചെയ്യുക, അതല്ലെങ്കിൽ ഫംഗ്ഷൻസോ ഫാമിലിയോ ഒന്നും മിസ് ചെയ്യുക, അതല്ലെങ്കിൽ അതിനു വേണ്ടി ഞാൻ സാക്രിഫൈസ് ചെയ്തു എന്നങ്ങനെ പ്രത്യേകിച്ച് സാക്രിഫൈസ് ചെയ്തിട്ടില്ല. നിങ്ങൾക്കൊക്കെ അങ്ങനെ തന്നെയാണോ? അല്ല, എൻ്റെ കാര്യത്തിൽ വെച്ചാൽ ഞാൻ ടൈം വെച്ചിട്ടല്ല പഠിക്കുക, ഞാൻ ചാപ്റ്റർ വെച്ചിട്ടാണ് പഠിക്കുക. ഒരു ചാപ്റ്റർ അല്ലെങ്കിൽ ഇന്ന് ഈ ചാപ്റ്ററിൽ ഇത്ര ഈ പോർഷൻസ് ക്ലിയർ ചെയ്യണമെന്നുള്ള പഠിക്കുക. ചിലപ്പോൾ ഞാൻ ആ പോർഷൻസ് ചിലപ്പോൾ 1.5 മണിക്കൂർ കൊണ്ട് തീർക്കും, ചിലപ്പോൾ 1 മണിക്കൂർ കൊണ്ട് തീർക്കും, ചിലപ്പോൾ 5-6 മണിക്കൂറൊക്കെ ആവും. അപ്പോൾ ആ പോർഷൻസ് കഴിയുന്നവരെ ഞാൻ ഒറ്റ ഇരുത്തിരിക്കും. ആ ഇരുത്തം എങ്ങനെ, ചിലപ്പോൾ ഉറക്കം വരും, ഉറക്കം മസ്റ്റാണ്. ഈ സ്ക്രീനൊക്കെ നോക്കുമ്പോൾ ഫസ്റ്റത്തെ 1 മണിക്കൂർ കഴിഞ്ഞാൽ പിന്നെ ഉറക്കം എന്തായാലും ഉണ്ടാവും. പിന്നെ അതൊക്കെ എങ്ങനെയൊക്കെ ചെയ്തിട്ട് മാറ്റി പിന്നെ ക്വസ്റ്റ്യൻസ് ഇട്ട് അങ്ങനെ ഒരു 5 മണിക്കൂർ അങ്ങനെയൊക്കെ ഇരിക്കും, ഏത് ചാപ്റ്ററിനനുസരിച്ച്. ചില ചാപ്റ്ററിൽ ചിലപ്പോൾ 2 മണിക്കൂർ ഇരിക്കാണ്ടാവുള്ളൂ. അപ്പോൾ നമ്മൾ ഒരു 100 ക്വസ്റ്റ്യൻസ് ചെയ്യും, അത് ചെയ്ത് നമ്മൾ സാറ്റി ആണെങ്കിൽ പിന്നെ നമ്മൾ ആ ചാപ്റ്റർ കഴിഞ്ഞെന്നുള്ളതിലേക്ക് നമ്മൾ മൂടി വെച്ചിട്ട് ബാക്കി ഉറങ്ങാൻ വേണ്ടി പോകും, ബാക്കിയുള്ള പരിപാടി പോകും. ഈ ഉറക്കം ഞാൻ പറഞ്ഞ പോലെ എനിക്ക് ഭയങ്കര ഒരു വിഷയമാണ്. ഞാൻ ആദ്യമൊക്കെ റൂമിലിരുന്നാണ് പഠിച്ചിരുന്നത്. റൂമിൽ ടേബിളുണ്ട്, സ്റ്റഡി ടേബിൾ. അപ്പോൾ അവിടെ ഇരുന്ന് പഠിക്കുമ്പോൾ ഒരു 15 മിനിറ്റ് ആയാൽ മതി, എനിക്ക് ബെഡ് കണ്ട ഉറക്കം വരും. അപ്പോൾ ഞാൻ ലാസ്റ്റ് ഒരു 1-2 മാസമൊക്കെ ആയപ്പോൾ സ്റ്റഡി ലീവിൻ്റെ സമയമൊക്കെ ഫസ്റ്റ് പാർട്ടിൻ്റെ 2 മാസം എക്സാമിന് 2 മാസം മുമ്പ് ഒരു ഷീറ്റൊക്കെ ഇട്ടൊരു ഏരിയ ഉണ്ട്, നല്ല ചൂടാണ്, ഫാൻ മാത്രമേ ഉള്ളൂ, ഫാൻ ഇട്ടാലും ചൂടുകാറ്റേ വരാം. അവിടെ ബെഞ്ചും ഡെസ്കൊക്കെ ഉണ്ട്, അവിടെ പോയിരിക്കും ഉറങ്ങാതിരിക്കാൻ. എന്നാലും കുറച്ചൊക്കെ തൂങ്ങി ഉറങ്ങിയാലും ഭയങ്കര ഡിസ്കംഫേർട്ട് ആയതുകൊണ്ട് മാത്രം ഉണരും, പിന്നെ പഠിക്കും, വേർത്തൊലിച്ച് പഠിക്കും. അതുകൊണ്ടൊക്കെയാണ് ഉറങ്ങാതെ പഠിച്ചിരിക്കാൻ പറ്റിയിരുന്നത്. ഞാൻ കംപ്ലീറ്റ്ലി ഇതിന് വേണ്ടി ടൈം മാറ്റി വെച്ച ഒരാളാണ്. എനിക്ക് പറഞ്ഞ മാതിരി അങ്ങനെ എല്ലാം ടൈറ്റായിട്ട് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഞാൻ കംപ്ലീറ്റ്ലി എൻ്റെ ഒരു 1 ഇയർ ഞാൻ അതിന് വേണ്ടി മാറ്റി വെച്ചതാണ്. ഞാൻ ക്രിക്കറ്ററാണ്, എനിക്ക് അതിൻ്റെ ഒരു പാഷൻ ഉണ്ട്. അപ്പോൾ ഞാൻ കോളേജ് പഠിക്കുന്ന സമയത്ത് അവിടെ നിന്ന് പ്രാക്ടീസ് ചെയ്യലുണ്ട്, കളിക്കലുണ്ട്. പക്ഷേ CMAയിലേക്ക് ഇറങ്ങിയതിന് ശേഷം ഞാൻ വാനിഷാണ്.
അപ്പോൾ ആ ഫീൽഡിലുള്ള ആൾക്കാർ പിന്നെ എന്നെ കാണുമ്പോൾ എവിടെയായിരുന്നു എന്താ എവിടെയായിരുന്നു പരിപാടിയൊക്കെ ചോദിക്കും. നിന്നെ അപ്പൊ കണ്ടിട്ട് കുറെ ആയല്ലോ. പഠിക്കാന്ന് പറഞ്ഞു. അപ്പോൾ പിന്നെ ക്വാളിഫൈ ആയപ്പോൾ ഞാൻ പിന്നെ റിസൾട്ടും കാര്യങ്ങളൊക്കെ ഗ്രൂപ്പിലൊക്കെ ഷെയർ ചെയ്തപ്പോൾ ഒരു വലിയ കാര്യമായി. നമ്മൾ ആ ഒരു മാറ്റി വെച്ച ടൈം എന്തായാലും റിസൾട്ട് കണ്ടതുകൊണ്ട്. ടി എന്നുള്ളൊരു പക്ഷെ എന്നെ സംബന്ധിച്ച് പാഷന് മാറ്റി വെക്കാൻ പെട്ടെന്ന് കഴിയുന്ന ആളല്ല. അപ്പം എൻ്റെ ഒരു പാഷൻ എന്നുള്ളത് കുറേ കോമ്പറ്റേറ്റീവ് എക്സാംസ് പോയി എഴുതാൻ അങ്ങനെ ഒരു പാഷനാണ്. ഞാൻ CM എടുക്കുന്നതിന് മുന്നേ തന്നെ CUT PSC എക്സാംസ് ഒക്കെ ഞാൻ പറഞ്ഞില്ല നേരത്തെ പറഞ്ഞു കോച്ചിങ്ങിന് പോയിരുന്നു, ഞാൻ എഴുതിയിരുന്നു, കുഴപ്പമില്ലാതെ സ്കോർ ചെയ്തിരുന്നു. അപ്പോൾ ഞാൻ CM ഒക്കെ ജോയിൻ ചെയ്തതിന് ശേഷം അപ്പോൾ ഞാൻ രജിസ്റ്റർ ചെയ്ത് വെച്ച് ഒരുപാട് എക്സാം പെൻഡിങ് ഉണ്ട്. SSC PSC അതന്നെ LDC. അപ്പോൾ ഞാൻ അതന്നെ SSCൻ്റെ എക്സാം കണ്ണൂർ എറണാകുളം അങ്ങോട്ടൊക്കെ വരാം. അപ്പോൾ ഞാൻ മെൻറ്റർ അരുൺ സാർ ചോദിക്കും എവിടെയെങ്കിലുമൊക്കെ നിൽക്കടാ, ഏതെങ്കിലും ഒന്നിൽ നിൽക്ക്, കുറച്ച് നിൽക്ക്. പക്ഷെ ഞാൻ പറയും ഒരു ഹാഫ് ഡേ ലീവ് എടുത്താലും അതിന്റെ പാഷനാണ്. കാരണം പാഷനെ മാറ്റിയിട്ട് പരിപാടിയില്ല. അപ്പൊ ഞാൻ ഇടയിൽ തന്നെ ഒരു 4-5 കോമ്പറ്റേറ്റീവ് എക്സാംസ് ഈ ഒരു വർഷത്തിനിടയിൽ കിട്ടും പ്രതീക്ഷിച്ചിട്ടൊന്നുമില്ല, ഒരു കാലത്ത് ആഗ്രഹിച്ച അതിങ്ങനെ വിട്ടുപോകാതിരിക്കാന് അറ്റൻഡ് ചെയ്യാറുണ്ടായിരുന്നു. പിന്നെ ഞാൻ പറഞ്ഞല്ലോ എൻ്റെ പാഷന് മാർഷൽ ആർട്സ് ആയിരുന്നു. ഞാൻ ബോക്സിങ് ചെയ്തിരുന്ന ആളായിരുന്നു. പക്ഷേ എക്സാമിൻ്റെ ഒരു 2 മാസം മുമ്പ് ഞാൻ പിന്നെ ബോക്സിങ്ങിനേ പോകില്ല. പിന്നെ ഫുൾ ടൈം, കാരണം നമ്മൾ ബോക്സിങ്ങിന് പോയി കഴിഞ്ഞ് പിന്നെ 10:30 എത്തി കഴിഞ്ഞാൽ പിന്നെ പിറ്റേ ദിവസം നമുക്ക് ക്ഷീണമാണ് പിന്നെ പഠിക്കാൻ ടൈമോ. അപ്പോൾ അതുകൊണ്ട് ആ 2 മാസം ഭയങ്കര സങ്കടത്തോടാണെങ്കിലും ഞാനത് ഒഴിവാക്കും. പിന്നെ അതിൻ്റെ കണ്ടിന്യൂസ് കിട്ടണമെങ്കിൽ അത് കളിക്കണവർക്ക് അറിയാം, അതിൻ്റെ കണ്ടിന്യൂസ് കിട്ടണമെങ്കിൽ കുറച്ച് പാടാണ്. അപ്പോൾ ആ 2 മാസം ഒഴിവാക്കാന്ന് പറഞ്ഞാൽ ഭയങ്കര ഒരു സ്ട്രഗിൾ തന്നെ നമ്മൾക്ക് മാനസികമായിട്ടൊക്കെ. കാരണം നമ്മൾ ഒരു കാര്യം തുടർന്നു കൊണ്ടുവരുന്ന കാര്യം പെട്ടെന്ന് നിർത്തുമ്പോൾ ഉള്ള ഒരു ഇടങ്ങാർ. പക്ഷെ ആ ഇടങ്ങാറൊക്കെ നിർത്തിയാലും വേണ്ടിയില്ല, ഇത് എങ്ങനെയൊക്കെ ഒന്ന് പാസ്സായിട്ട് വേണം ബാക്കിയുള്ള പരിപാടി എന്നുള്ള മൈൻഡിൽ 2 മാസം എന്തായാലും മസ്റ്റായിട്ടും ആ 2 എക്സാമിന് ഞാൻ അങ്ങനെ മാറ്റി വെച്ചു. സാറ് ചോദിച്ച് നിങ്ങൾക്ക് വീട്ടിൽ പോയി പഠിക്കാൻ എത്ര സമയം കിട്ടുമെന്ന് ചോദിച്ചു. അപ്പോൾ സാറ് പറഞ്ഞൊരു 4 മണിക്കൂറെങ്കിലും നിങ്ങൾ മിനിമം ഇരിക്കണം എന്ന് പറഞ്ഞു. നമ്മളെ ക്ലാസ് ഒരു 4:45-5 മണിക്കുള്ളിൽ വിടും, ബാക്കി പിന്നെ സമയം ഉണ്ടല്ലോ ഇഷ്ടം പോലെ. അപ്പോൾ എല്ലാവരും എണീച്ച് നിന്ന് സാറ് പറഞ്ഞ് 4 മണിക്കൂർ പഠിക്കാൻ പറ്റാത്തവർ നിൽക്ക്, ബാക്കി എല്ലാവരും ഇരിക്കുക പറഞ്ഞു. ഞാൻ നോക്കുമ്പോണ്ട് ഞാൻ മാത്രം നിൽക്കുന്നത്, ബാക്കി എല്ലാവരും ഇരിക്കുക. അല്ല നമ്മളൊക്കെ ഉണ്ട്, നമ്മളിരിക്കും മാത്രമേ സമയമൊന്നുമില്ല, ആരും പഠിക്കൂല, ഉറപ്പല്ലേ 4 മണിക്കൂർ ആരും പഠിക്കാനാ. അപ്പോൾ ഞാൻ എണീച്ചെന്ന് ഞാൻ ചോദിച്ചു സാറ് 4 മണിക്കൂറൊക്കെ എന്താക്കാനാ, പഠിക്കണോ 4 മണിക്കൂർ പഠിക്കണോ? അപ്പോൾ എന്നോട് ചോദിച്ചു ഞങ്ങൾക്ക് 4 മണിക്കൂർ എവിടെ പോകും? അപ്പോൾ എനിക്ക് സാർ എനിക്ക് വർക്കൗട്ട് ചെയ്യാൻ പോകാണ്ട് ജിമ്മിൽ പോകും, അപ്പോൾ സമയം കിട്ടൂല, ഒരു 2 മണിക്കൂറൊക്കെ നോക്കാറുണ്ട്. അപ്പോൾ 2 മണിക്കൂറൊന്നും പോരാ, 4 മണിക്കൂർ തന്നെ പഠിക്കണോ? അല്ല അപ്പൊ പഠിക്കുന്ന സംഭവം അറിയുന്നത് ടൈമിലല്ല കാര്യം. നമ്മൾ പഠിക്കുന്ന പോർഷൻസ് അത് എപ്പോഴാണോ കംപ്ലീറ്റ് ആകുന്നത് അപ്പം ആ ടൈം നോക്കുക. ടൈം നോക്കേണ്ട കാര്യമില്ല എന്നാണ് ഞാൻ പറയുന്നത്. ഇപ്പം എല്ലാവരും അങ്ങനെ തന്നെ ടൈം, നമ്മളാരും അങ്ങനെ ടൈം വെച്ച് ഇപ്പം ചിലവരുണ്ട് ടൈമറൊക്കെ വെച്ച് പഠിക്കുന്ന ആൾക്കാരുണ്ട്. ടൈമർ വെച്ച് പഠിക്കേണ്ട കാര്യമില്ല എന്നാണ് ഞങ്ങളൊരു പ്രിഫറൻസ്, ഞങ്ങൾ ചെയ്ത പ്രകാരം പറയാണ്. ഞാൻ പറഞ്ഞല്ലോ ടൈം വെച്ച് പഠിച്ചാലുള്ള ഒരു പ്രശ്നം എന്താ വെച്ചാൽ ആ ടൈം ആയില്ലെങ്കിൽ നമ്മൾ എങ്ങനെയും തീർക്കാൻ നോക്കാനുള്ള ഒരു ടെൻഡൻസി നമ്മൾ മനസ്സിലുണ്ടാവും. പക്ഷെ ചാപ്റ്റർ ആണെങ്കിൽ പോലും അറിയാണ്ട് എങ്ങനെയെങ്കിലും ആ ടൈമിൽ ഫിനിഷ് ചെയ്യണമെന്നുള്ള എങ്ങനെയൊക്കെ, അല്ലെങ്കിൽ ആ ടൈം ആയാൽ ഇനി തീർന്നില്ലെങ്കിൽ നമ്മൾ പോകും. ഇതാകുമ്പോ ആ ചാപ്റ്റർ ആകുമ്പോൾ കറക്റ്റ് ആ ചാപ്റ്റർ തിരിഞ്ഞിട്ടേ നമ്മൾ ഇറങ്ങുള്ളൂ. അത് എങ്ങനെയൊക്കെ ഏതെങ്കിലുമൊക്കെ ക്ലാസ് കണ്ടിട്ട്, നമുക്ക് ഓൺലൈൻ ആക്സസ് ഉണ്ടായിരുന്നു, ക്ലാസ് കണ്ടിട്ടെങ്കിലും നമ്മൾ അത് തിരിച്ചിട്ടേ നമ്മൾ അവിടെ നിന്ന് ഇറങ്ങുള്ളൂ.